നമസ്കാരം, പി എസ് സി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള പി എസ് സി LDC LGS 2024 ഫ്രീ കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ആ ഫ്രീ കോഴ്സിന്റെ ഭാഗമായി എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സിലബസ് അനുസരിച്ചുള്ള സമ്പൂർണ്ണമായ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സുകൾ, അതും SCERT ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ആഴ്ചയും LDC LGS മുൻകാല ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ PSC യുടെ സ്ഥിരം ചോദ്യ മേഖലകളും അവ പഠിക്കേണ്ട കുറുക്ക് വഴികളും ചർച്ച ചെയ്യുന്ന LDC LGS സൂപ്പർ മാരത്തോൺ എന്നൊരു ക്ലാസ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സ് എല്ലാ സുഹൃത്തുക്കളും മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമുക്ക് സമയം കളയേണ്ട നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കൊച്ചി ദിവാൻമാരാണ്. അധികം നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ടോപ്പിക്കാണ് കൊച്ചി ദിവാൻമാർ. എന്നാൽ LGS മുതൽ ഡിഗ്രി വരെയുള്ള ഏതൊരു എക്സാമിനും PSC ഈ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് ഈ ഭാഗം പഠിച്ചേ പറ്റൂ, കൊച്ചിയിലെ പ്രധാനപ്പെട്ട ദിവാൻമാരെ പറ്റി. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട ക്ലാസ്സിലേക്ക് പോകാം. LD മുതൽ ഡിഗ്രി വരെയുള്ള സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഭാഗം പഠിക്കുവാൻ ശ്രമിക്കുക. ഡിഗ്രി മേഖലയിലെ പല ചോദ്യങ്ങളും ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് കൊച്ചി ദിവാൻമാരെ നമുക്കൊന്ന് നോക്കാം. ചരിത്രപരമായി കൊച്ചിയുടെ ആദ്യത്തെ ആസ്ഥാനം കൊടുങ്ങല്ലൂരായിരുന്നു. ചരിത്രപരമായിട്ട് കൊച്ചിയുടെ ആദ്യത്തെ ആസ്ഥാനം കൊടുങ്ങല്ലൂരായിരുന്നു. കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തൃശൂർ ജില്ലയുടെ ഭാഗം. കൊടുങ്ങല്ലൂരിൽ നിന്നും കൊച്ചി രാജവംശത്തിന്റെ ആസ്ഥാനം കൊച്ചിയിലേക്ക് മാറ്റിയതിന് കാരണം എന്തെന്ന് ചോദിച്ചാല്, 1341 വെള്ളപ്പൊക്കത്തിൽ കൊടുങ്ങല്ലൂർ തുറമുഖം തകർന്നതായിരുന്നു. അപ്പോൾ 1341 വെള്ളപ്പൊക്കത്തിൽ കൊടുങ്ങല്ലൂർ തുറമുഖത്തിന്റെ തകർച്ച നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ തുറമുഖം അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത് മുസിരിസ് എന്നായിരുന്നു. 1341 വെള്ളപ്പൊക്കത്തിൽ മുസിരിസ് എന്ന തുറമുഖം നാമാവശേഷമായി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇതുമൂലമാണ് അതുവരെ കൊച്ചി രാജവംശത്തിന്റെ ആസ്ഥാനമായിരുന്ന കൊടുങ്ങല്ലൂരിനെ അവർ കൊച്ചിയിലേക്ക് മാറ്റിയത്. കൊച്ചി രാജവംശത്തിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാന്റെ കാലഘട്ടമാണ്. കൊച്ചി രാജവംശത്തിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാന്റെ കാലഘട്ടമാണ്. ശക്തൻ തമ്പുരാന്റെ ഭരണകാലഘട്ടം 1790 മുതൽ 1805 വരെയായിരുന്നു. ശക്തൻ തമ്പുരാന്റെ ഭരണകാലഘട്ടം 1790 മുതൽ 1805 വരെയായിരുന്നു. കൊച്ചിയിൽ കേന്ദ്രീകൃത ഭരണത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരിയായിരുന്നു ശക്തൻ തമ്പുരാൻ. കൊച്ചിയിൽ കേന്ദ്രീകൃത ഭരണത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ശക്തൻ തമ്പുരാനായിരുന്നു. കൊച്ചി രാജവംശത്തിലെ ഭരണകാര്യങ്ങളിൽ ശക്തി പകർന്നത് കഴിവുള്ളതും പ്രഗത്ഭരുമായിരുന്ന ദിവാൻമാരുടെ സാന്നിധ്യമായിരുന്നു. കൊച്ചി രാജവംശത്തിലെ ഭരണകാര്യങ്ങളിൽ ശക്തി പകർന്നിരുന്നത് കഴിവുള്ളവരും അതുപോലെ പ്രഗത്ഭരുമായിട്ടുള്ള ദിവാൻമാരുടെ സാന്നിധ്യമായിരുന്നു. ഇത്രയും നമ്മളൊരു ഇൻട്രോ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. ഇനിയാണ് നമ്മൾ നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്കിലേക്ക് കടക്കാൻ പോകുന്നത്. കൊച്ചി രാജവംശത്തിലെ പ്രധാനപ്പെട്ട ദിവാൻമാരെ നമ്മൾ ഇവിടെ വെച്ചങ്ങ് പഠിക്കുവാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് സമയം കളയണ്ട. ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ജസ്റ്റ് ഒരു ഇൻട്രോ ആയിട്ടാണ്. അപ്പോ കൊച്ചി രാജവംശത്തിലെ പ്രധാന ദിവാൻമാർ. ആദ്യമായി നമ്മൾ പഠിക്കേണ്ടത് കേണൽ മൺട്രോയെ പറ്റിയാണ്. ആരാണ്? കേണൽ മൺട്രോയെ പറ്റി. കൊച്ചിയുടെ ഭരണത്തെ ആധുനിക രീതിയിലേക്ക് മാറ്റിയ ദിവാൻ എന്നറിയപ്പെടുന്നത് കേണൽ മൺട്രോയാണ്. കൊച്ചിയുടെ ഭരണത്തെ ആധുനിക രീതിയിലേക്ക് മാറ്റിയ ദിവാൻ എന്നറിയപ്പെടുന്നത് കേണൽ മൺട്രോയാണ്. കേണൽ മൺട്രോ കൊച്ചി രാജവംശത്തിലെ ദിവാനായിരുന്ന കാലഘട്ടം 1812 മുതൽ 1818 വരെ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ. കേണൽ മൺട്രോ കൊച്ചി രാജവംശത്തിലെ ദിവാനായിരുന്ന കാലഘട്ടം 1812 മുതൽ 1818 വരെ. തിരുവിതാംകൂറിലെ ഭരണത്തിനനുസരിച്ച് കൊച്ചിയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന ദിവാൻ കേണൽ മൺട്രോയാണ്. പഠിച്ചോളണേ. തിരുവിതാംകൂറിലെ ഭരണത്തിനനുസരിച്ച് കൊച്ചിയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കൊച്ചിയുടെ ഭരണത്തെ ആധുനിക രീതിയിലേക്ക് മാറ്റിയ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോയാണ്. കേണൽ മൺട്രോ കൊച്ചി രാജവംശത്തിലെ ദിവാനായിരുന്ന കാലഘട്ടം 1812 മുതൽ 1818 വരെ. തിരുവിതാംകൂറിലെ ഭരണത്തിനനുസരിച്ച് കൊച്ചിയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോയാണ്. പഠിച്ചോളനെ. തിരുവിതാംകൂറിലെ ഭരണത്തിനനുസരിച്ച് കൊച്ചിയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന ദിവാൻ ആരാണ്? കേണൽ മൺട്രോയാണ്. കാര്യക്കാരിൽ നിന്നും നീതിന്യായാധികാരം എടുത്തു മാറ്റുകയും അവരുടെ ചുമതലകൾ നികുതി പിരിവിലേക്ക് മാത്രം ചുരുക്കുകയും ചെയ്ത കൊച്ചി ദിവാനായിരുന്നു കേണൽ മൺട്രോ. കാര്യക്കാരിൽ നിന്നും നീതിന്യായാധികാരം എടുത്തു മാറ്റുകയും അവരുടെ ചുമതലകൾ നികുതി പിരിവിലേക്ക് മാത്രം ചുരുക്കുകയും ചെയ്ത കൊച്ചി ദിവാനാരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോയാണ്. ധാണാന്തന്മാർ എന്ന പേരിൽ പോലീസ് സേന രൂപീകരിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോയാണ്. പഠിച്ചോളനെ. ധാണാന്തന്മാർ എന്ന പേരില് പോലീസ് സേന രൂപീകരിച്ച
ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോയാണ്. തൃശൂരും തൃപ്പൂണിത്തുറയിലും 2 സബോർഡിനേറ്റ് കോടതികൾ ഏർപ്പെടുത്തിയത് കേണൽ മൺട്രോയായിരുന്നു. തൃശൂരും തൃപ്പൂണിത്തുറയിലും 2 സബോർഡിനേറ്റ് കോടതികൾ രൂപീകരിച്ച അല്ലെങ്കിൽ ഏർപ്പെടുത്തിയ ദിവാൻ ആരാണ്? കേണൽ മൺട്രോയാണ്. അതുപോലെ തന്നെ അപ്പീലുകൾ കേൾക്കുന്നതിനുള്ള അധികാരത്തോടു കൂടി എറണാകുളത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് കേണൽ മൺട്രോയാണ്. പ്രീവിയസ് ചോദ്യമാണ് പറഞ്ഞത്, അപ്പീലുകൾ കേൾക്കാനുള്ള അധികാരത്തോടു കൂടി എറണാകുളത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, കാര്യക്കാരിൽ നിന്നും നീതിന്യായാധികാരം എടുത്തു മാറ്റുകയും അവരുടെ ചുമതല നികുതി പിരിവിലേക്ക് മാത്രം ചുരുക്കുകയും ചെയ്ത കൊച്ചി ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോയാണ്. ഡാണാന്തന്മാർ എന്ന പേരിൽ പോലീസ് സേന രൂപീകരിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേണൽ മൺട്രോയാണ്. തൃശൂരും തൃപ്പൂണിത്തുറയിലും 2 സബോർഡിനേറ്റ് കോടതികൾ ഏർപ്പെടുത്തിയതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേണൽ മൺട്രോയാണ്. അതുപോലെ തന്നെ അപ്പീലുകൾ കേൾക്കുവാനുള്ള അധികാരത്തോടു കൂടി എറണാകുളത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോയാണ്. പഠിക്കുക. വാണിജ്യ പുരോഗതിക്ക് തടസ്സം നിന്ന ഒട്ടേറെ ചുങ്കങ്ങളും നികുതികളും അദ്ദേഹം നിർത്തലാക്കിയ ആരാണ്? കേണൽ മൺട്രോ. വാണിജ്യ പുരോഗതിക്ക് തടസ്സം നിന്നിരുന്ന ഒട്ടേറെ ചുങ്കങ്ങളും നികുതികളും കേണൽ മൺട്രോ നിർത്തലാക്കി. കൊച്ചിയിൽ അക്കൗണ്ട് വകുപ്പ് ആരംഭിച്ചത് കേണൽ മൺട്രോയാണ്. പഠിച്ചോളനെ, കൊച്ചിയിലെ അക്കൗണ്ട് വകുപ്പ് ആരംഭിച്ചതാരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോയാണ്. മേൽക്കിട ദേവസ്വങ്ങൾ സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കിയത് ആരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോയാണ്. മേൽക്കിട ദേവസ്വങ്ങള് സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കിയ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ കൊച്ചി ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോയാണ്. വിദ്യാഭ്യാസ മേഖലയിലെ വളർച്ചയ്ക്ക് വേണ്ടി ഗ്രാമങ്ങളിൽ നാട്ടുഭാഷാ വിദ്യാലയങ്ങൾ തുറന്ന ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ആണ് പറഞ്ഞത്. വിദ്യാഭ്യാസ മേഖലയിലെ വളർച്ചയ്ക്ക് വേണ്ടി ഗ്രാമങ്ങളിൽ നാട്ടുഭാഷാ വിദ്യാലയങ്ങൾ തുറന്ന കൊച്ചി ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ കേണൽ മൺട്രോയാണ്. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഓരോ കോടതിയിലും ഓരോ ക്രിസ്ത്യൻ ജഡ്ജിമാരെ നിയമിച്ചു. ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഓരോ കോടതിയിലും ഓരോ ക്രിസ്ത്യൻ ജഡ്ജിമാരെ നിയമിച്ചതാരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോയാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെ സർക്കാർ ഉദ്യോഗത്തിൽ പ്രവേശിപ്പിച്ചത് കേണൽ മൺട്രോയായിരുന്നു. ക്രിസ്ത്യാനികളെ കൊച്ചിൻ സർക്കാർ ഉദ്യോഗസ്ഥയിലേക്ക് പ്രവേശിപ്പിച്ചതാരാണ്? കേണൽ മൺട്രോയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. വാണിജ്യ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന ഒട്ടേറെ ചുങ്കങ്ങളും നികുതികളും നിർത്തലാക്കിയത് കേണൽ മൺട്രോയാണ്. കൊച്ചിയിൽ അക്കൗണ്ട് വകുപ്പ് ആരംഭിച്ചത് കേണൽ മൺട്രോയാണ്. മേൽക്കിട ദേവസ്വങ്ങൾ സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കി മാറ്റിയത് കേണൽ മൺട്രോയാണ്. വിദ്യാഭ്യാസ മേഖലയിലെ വളർച്ചയ്ക്ക് വേണ്ടി ഗ്രാമങ്ങളിൽ നാട്ടുഭാഷാ വിദ്യാലയങ്ങൾ തുറന്നത് കേണൽ മൺട്രോയാണ്. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഓരോ കോടതിയിലും ഓരോ ക്രിസ്ത്യൻ ജഡ്ജിമാരെ നിയമിച്ചതാരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോയാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെ സർക്കാർ ഉദ്യോഗത്തിലേക്ക് പ്രവേശിപ്പിച്ചതും കേണൽ മൺട്രോയാണ്. ക്രിസ്ത്യാനികളെ സർക്കാർ ഉദ്യോഗസ്ഥയിലേക്ക് പ്രവേശിപ്പിച്ചതുമാരാണ്? കേണൽ മൺട്രോയാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട ദിവാനാണ് ദിവാൻ നഞ്ചപ്പയ്യ. പഠിച്ചോളനെ സുഹൃത്തുക്കളെ, അധികം കേട്ടിട്ടില്ലാത്ത പേരാണ് ദിവാൻ നഞ്ചപ്പയ്യ. നഞ്ചപ്പയ്യ കൊച്ചി രാജവംശത്തിലെ ദിവാനായിരുന്ന കാലഘട്ടം 1815 മുതൽ 1825 വരെ. നഞ്ചപ്പയ്യ കൊച്ചി രാജവംശത്തിലെ ദിവാനായിരുന്ന കാലഘട്ടം 1815 മുതൽ 1825 വരെയുള്ള 10 വർഷമായിരുന്നു. കൊച്ചി രാജവംശത്തിലെ ഭരണതന്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ അത് നഞ്ചപ്പയ്യയായിരുന്നു. കൊച്ചി രാജവംശത്തിലെ ഭരണതന്ത്രജ്ഞൻ എന്നറിയപ്പെട്ടിരുന്ന ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ അത് നഞ്ചപ്പയ്യയാണ്. കേണൽ മൺട്രോ തൃശൂരിലും തൃപ്പൂണിത്തുറയിലും ആരംഭിച്ച സബോർഡിനേറ്റ് കോടതികൾക്ക് പകരം തൃശൂരിലും എറണാകുളത്തും ജില്ലാ കോടതികൾ സ്ഥാപിച്ചത് നഞ്ചപ്പയ്യയായിരുന്നു. പഠിച്ചോളനെ, കേണൽ മൺട്രോ തൃശൂരിലും തൃപ്പൂണിത്തുറയിലും ആരംഭിച്ച സബോർഡിനേറ്റ് കോടതികൾക്ക് പകരം തൃശൂരിലും എറണാകുളത്തും ജില്ലാ കോടതികൾ സ്ഥാപിച്ച കൊച്ചിൻ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് നഞ്ചപ്പയ്യയായിരുന്നു. ഹജൂർ കച്ചേരിക്ക് പകരം അപ്പീൽ കോടതി സ്ഥാപിച്ചത് നഞ്ചപ്പയ്യയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു കേണൽ മൺട്രോയാണ് ഹജൂർ കച്ചേരി ആരംഭിച്ചതെന്ന്. ആ ഹജൂർ കച്ചേരിക്ക് പകരം അപ്പീൽ കോടതി സ്ഥാപിച്ചതാണെന്ന് ചോദിച്ചാൽ അത് നഞ്ചപ്പയ്യയായിരുന്നു. സിവിൽ ക്രിമിനൽ വ്യവഹാരങ്ങൾ വേർതിരിക്കുകയും ബ്രിട്ടീഷ് ഇന്ത്യയുടെ സമ്പ്രദായത്തെ മാതൃകയാക്കിക്കൊണ്ട് കൊച്ചിയിൽ ഒരു നിയമസംഹിത രൂപീകരിച്ചതും നഞ്ചപ്പയ്യയായിരുന്നു. പഠിക്കുക. സിവിൽ ക്രിമിനൽ വ്യവഹാരങ്ങൾ വേർതിരിക്കുകയും ബ്രിട്ടീഷ് ഇന്ത്യയുടെ സമ്പ്രദായത്തെ മാതൃകയാക്കിക്കൊണ്ട് കൊച്ചിയിൽ ഒരു നിയമസംഹിത രൂപീകരിച്ചതായിരുന്നു ചോദിച്ചാൽ അത് നഞ്ചപ്പയ്യയായിരുന്നു.
ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. നഞ്ചപ്പയ്യ കൊച്ചി രാജവംശത്തിലെ ദിവാനായിരുന്ന കാലഘട്ടം 1815 മുതൽ 1825 വരെയായിരുന്നു. കൊച്ചി രാജവംശത്തിലെ ഭരണതന്ത്രജ്ഞൻ എന്നറിയപ്പെട്ടിരുന്ന ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ അത് നഞ്ചപ്പയ്യയാണ്. കേണൽ മൺട്രോ തൃശൂരിലും തൃപ്പൂണിത്തറയിലും ആരംഭിച്ച സബോർഡിനേറ്റ് കോടതികൾക്ക് പകരം തൃശൂരിലും എറണാകുളത്തും ജില്ലാ കോടതികൾ സ്ഥാപിച്ച ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ അത് നഞ്ചപ്പയ്യയാണ്. ഹജൂർ കച്ചേരിക്ക് പകരം അപ്പീൽ കോടതി സ്ഥാപിച്ച കൊച്ചിയിലെ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് നഞ്ചപ്പയ്യയാണ്. സിവിൽ ക്രിമിനൽ വ്യവഹാരങ്ങൾ വേർതിരിക്കുകയും ബ്രിട്ടീഷ് ഇന്ത്യയുടെ സമ്പ്രദായത്തെ മാതൃകയാക്കിക്കൊണ്ട് കൊച്ചിയിൽ ഒരു നിയമ സംഹിത രൂപീകരിക്കുകയും ചെയ്തത് നഞ്ചപ്പയ്യയാണ്. പഠിക്കുക. തിരുവിതാംകൂറിലെ പോലെ കാര്യക്കാരുടെ ഉദ്യോഗ പേര് തഹസീൽദാർ എന്ന് മാറ്റിയത് നഞ്ചപ്പയ്യയായിരുന്നു. പഠിക്കുക. തിരുവിതാംകൂറിനെ പോലെ കാര്യക്കാരുടെ ഉദ്യോഗ പേര് തഹസീൽദാർ എന്ന് മാറ്റിയത് നഞ്ചപ്പയ്യയായിരുന്നു. കൊച്ചിയിൽ വനസംരക്ഷണത്തിന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ച ആദ്യത്തെ ദിവാൻ നഞ്ചപ്പയ്യയാണ്. പഠിച്ചോളെ, കൊച്ചിയിലെ വനസംരക്ഷണത്തിന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ച ആദ്യത്തെ ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ അത് നഞ്ചപ്പയ്യയാണ്. പാശ്ചാത്യ മാതൃകയിലുള്ള വൈദ്യ സമ്പ്രദായം കൊച്ചിയിൽ നടപ്പിലാക്കിയത് നഞ്ചപ്പയ്യയാണ്. പാശ്ചാത്യ മാതൃകയിലുള്ള അല്ലെങ്കിൽ വെസ്റ്റേൺ മാതൃകയിലുള്ള വൈദ്യ സമ്പ്രദായം കൊച്ചിയിൽ നടപ്പിലാക്കിയ ദിവാൻ നഞ്ചപ്പയ്യയാണ്. ഗോവസൂരി പ്രയോഗം സംസ്ഥാന നയമായി അംഗീകരിച്ചത് നഞ്ചപ്പയ്യയായിരുന്നു. ഗോവസൂരി പ്രയോഗം സംസ്ഥാന നയമായി പ്രഖ്യാപിച്ച അല്ലെങ്കിൽ അംഗീകരിച്ചത് നഞ്ചപ്പയ്യയായിരുന്നു. പുത്തൻ എന്ന നാണയം കൊച്ചിയിൽ അവതരിപ്പിച്ച ദിവാൻ നഞ്ചപ്പയ്യയാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളേ. പുത്തൻ എന്ന നാണയം കൊച്ചിയിൽ അവതരിപ്പിച്ച ദിവാനാണെന്ന് ചോദിച്ചാൽ അത് നഞ്ചപ്പയ്യയാണ്. ജെ ഡാസൻ എന്ന ഇംഗ്ലീഷ് പുരോഹിതന് മട്ടാഞ്ചേരിയിൽ ചികിത്സാലയം തുടങ്ങുന്നതിനും ഇംഗ്ലീഷ് സ്കൂൾ നടത്തുന്നതിനും അനുമതി നൽകിയ കൊച്ചി ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ അത് നഞ്ചപ്പയ്യയാണ്. പഠിച്ചോളണേ. ജെ ഡാസൻ എന്ന ഇംഗ്ലീഷ് പുരോഹിതന് മട്ടാഞ്ചേരിയിൽ ചികിത്സാലയം തുടങ്ങുന്നതിനും ഇംഗ്ലീഷ് സ്കൂൾ നടത്തുന്നതിനും അനുമതി നൽകിയ കൊച്ചി ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ അത് നഞ്ചപ്പയ്യയാണ്. അടിമകളെ യജമാന്മാർ ഉപദ്രവിക്കുന്നത് നിരോധിച്ചുകൊണ്ട് 1821 വിളംബരം പുറപ്പെടുവിച്ച കൊച്ചി ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് നഞ്ചപ്പയ്യയാണ്. പഠിച്ചോളണേ. അടിമകളെ യജമാന്മാർ ഉപദ്രവിക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ അതിനെ നിരോധിച്ചുകൊണ്ട് 1821 വിളംബരം പുറപ്പെടുവിച്ച കൊച്ചി ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ അത് നഞ്ചപ്പയ്യയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഒത്തിരി ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കുക. തിരുവിതാംകൂറിനെ പോലെ കാര്യക്കാരുടെ ഉദ്യോഗ പേര് തഹസീൽദാർ എന്നാക്കി മാറ്റിയത് നഞ്ചപ്പയ്യയായിരുന്നു. കൊച്ചിയിൽ വനസംരക്ഷണത്തിന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ച ആദ്യത്തെ കൊച്ചി ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ അത് നഞ്ചപ്പയ്യയാണ്. പാശ്ചാത്യ മാതൃകയിലുള്ള വൈദ്യ സമ്പ്രദായം കൊച്ചിയിൽ നടപ്പിലാക്കിയ ദിവാൻ നഞ്ചപ്പയ്യ. ഗോവസൂരി പ്രയോഗം സംസ്ഥാന നയമായി അംഗീകരിച്ചത് നഞ്ചപ്പയ്യയാണ്. പുത്തൻ എന്ന നാണയം കൊച്ചിയിൽ അവതരിപ്പിച്ച ദിവാൻ നഞ്ചപ്പയ്യ. ജെ ഡാസൻ എന്ന ഇംഗ്ലീഷ് പുരോഹിതന് മട്ടാഞ്ചേരിയിൽ ചികിത്സാലയം തുടങ്ങുന്നതിനും ഇംഗ്ലീഷ് സ്കൂൾ നടത്തുന്നതിനും അനുമതി നൽകിയത് നഞ്ചപ്പയ്യയാണ്. അടിമകളെ യജമാന്മാർ ഉപദ്രവിക്കുന്നത് നിരോധിച്ചുകൊണ്ട് 1821 വിളംബരം പുറപ്പെടുവിച്ച കൊച്ചി ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ അത് നഞ്ചപ്പയ്യയാണ്. പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന ദിവാനാണ് വെങ്കട സുബ്ബയ്യ. പഠിച്ചോളെ, ഇമ്പോർട്ടന്റ് ആണ്. വെങ്കട സുബ്ബയ്യ. നഞ്ചപ്പയ്യയ്ക്ക് ശേഷം ദിവാൻമാരായിരുന്ന ശേഷഗിരി റാവു, അദ്ദേഹം 1825 മുതൽ 1830 വരെ കൊച്ചിയുടെ ദിവാനായിരുന്നു. അതുപോലെ തന്നെ എടമന ശങ്കരൻ മേനോൻ എന്ന് പറയുന്നത് 1830 മുതൽ 1835 വരെ ആയിരുന്നു നമ്മുടെ കൊച്ചി ദിവാനായി ഭരണമേറ്റെടുക്കുന്നത്. ഇവർ രണ്ടുപേരും നല്ല കഴിവുള്ളവരോ ഭരണകർത്താക്കളോ ആയിരുന്നില്ല. അതായത് നഞ്ചപ്പയ്യയ്ക്ക് ശേഷം രണ്ട് പ്രധാനപ്പെട്ട ദിവാൻമാർ വന്നു, പക്ഷെ അവർ രണ്ടുപേരും കഴിവുള്ളവരോ അല്ലെങ്കിൽ നല്ല ഭരണകർത്താക്കളോ അല്ലായിരുന്നു. അവരുടെ പേരാണ് നമ്മൾ പറഞ്ഞത്. ആദ്യം വന്ന ആളാണ് ശേഷഗിരി റാവു. 1825 മുതൽ 1830 വരെ കൊച്ചിയുടെ ദിവാനായിരുന്നു. അതിനുശേഷം വന്നതാണ് എടമന ശങ്കരമേനോൻ. 1830 മുതൽ 1835 വരെ തിരുവിതാംകൂറിന്റെ ദിവാനായി ഭരണം നടത്തിയിരുന്നു. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും കഴിവുമില്ലായിരുന്നു. അതുപോലെ ഇവർ രണ്ടുപേരും നല്ലൊരു ഭരണകർത്താക്കളുമല്ലായിരുന്നു. അതിനുശേഷം കൊച്ചിയുടെ ദിവാനായി ഭരണം ഏറ്റെടുത്ത വ്യക്തിയാണ് വെങ്കട സുബ്ബയ്യ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ശേഷം കൊച്ചിയുടെ ദിവാൻ ഭരണം ഏറ്റെടുത്ത വ്യക്തിയാണ് വെങ്കട സുബ്ബയ്യ. വെങ്കട സുബ്ബയ്യയുടെ ഭരണകാലഘട്ടം അല്ലെങ്കിൽ കൊച്ചി
ദിവാനായുള്ള ഭരണകാലഘട്ടം ചോദിച്ചാൽ 1835 മുതൽ 1840 വരെയായിരുന്നു. വെങ്കട സുബ്ബയ്യയുടെ ഭരണകാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ 1835 മുതൽ 1840 വരെയായിരുന്നു. കൊച്ചിയിലെ നീതിന്യായ നിർവഹണ വിഭാഗം ബ്രിട്ടീഷ് ഇന്ത്യയിലേതുപോലെ തുല്യമാക്കുന്നതിന് 4 വ്യവസ്ഥാ നിയമങ്ങൾ കൊണ്ടുവന്നത് വെങ്കട സുബ്ബയ്യയാണ്. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ് പഠിക്കേണ്ടത്. കൊച്ചിയിലെ നീതിന്യായ നിർവഹണ വിഭാഗം ബ്രിട്ടീഷ് ഇന്ത്യയിലേതുപോലെ തുല്യമാക്കുന്നതിന് വേണ്ടി 4 വ്യവസ്ഥാ നിയമങ്ങൾ കൊണ്ടുവന്ന ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ അത് വെങ്കട സുബ്ബയ്യയാണ്. കൊച്ചിയിൽ കരപ്പുരയിടങ്ങൾ കണ്ടെഴുത്തു നടത്തുകയും ഫലവൃക്ഷങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്തുകയും ചെയ്തു ആര്? വെങ്കട സുബ്ബയ്യ. കൊച്ചിയിലെ കരപ്പുരയിടങ്ങൾ കണ്ടെഴുത്തു നടത്തുകയും ഫലവൃക്ഷങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്തുകയും ചെയ്തു വെങ്കട സുബ്ബയ്യ. പഠിക്കുക. കൊച്ചിയിൽ കാർഷിക വികസന പദ്ധതിക്ക് മുൻഗണന നൽകിയ ദിവാൻ എന്നറിയപ്പെടുന്നത് വെങ്കട സുബ്ബയ്യയാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. കൊച്ചിയിലെ കാർഷിക വികസന പദ്ധതിക്ക് മുൻഗണന നൽകിയ ദിവാൻ എന്നറിയപ്പെടുന്നത് വെങ്കട സുബ്ബയ്യയാണ്. എറണാകുളത്തും തൃശൂരും പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷിത്തോട്ടങ്ങൾ നിർമ്മിച്ചത് വെങ്കട സുബ്ബയ്യയാണ്. എറണാകുളത്തും തൃശൂരും പരീക്ഷണാർത്ഥം കൃഷിത്തോട്ടങ്ങൾ നിർമ്മിച്ചത് വെങ്കട സുബ്ബയ്യയായിരുന്നു. കർഷകർക്ക് നല്ല ഇനം വിത്തുകൾ കൊടുക്കുകയും ചെയ്തു വെങ്കട സുബ്ബയ്യ. അല്ലെങ്കിൽ കർഷകർക്ക് നല്ല ഇനം വിത്തുകൾ നൽകി ആരാണ്? വെങ്കട സുബ്ബയ്യ. കേണൽ മൺട്രോ ആരംഭിച്ച നാട്ടുഭാഷാ വിദ്യാലയങ്ങൾ അവസാനിപ്പിക്കുകയും കുറെ കൂടി മെച്ചപ്പെട്ട വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ചെയ്തു വെങ്കട സുബ്ബയ്യ. കേണൽ മൺട്രോ ആരംഭിച്ച നാട്ടുഭാഷാ വിദ്യാലയങ്ങൾ അവസാനിപ്പിക്കുകയും കുറെ കൂടി മെച്ചപ്പെട്ട വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ചെയ്തു വെങ്കട സുബ്ബയ്യ. തൃശൂരിലും മട്ടാഞ്ചേരിയിലും ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിച്ച ദിവാൻ വെങ്കട സുബ്ബയ്യയാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. തൃശൂരിലും മട്ടാഞ്ചേരിയിലും ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിച്ച ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ അത് വെങ്കട സുബ്ബയ്യയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കൊച്ചിയിൽ കാർഷിക വികസന പദ്ധതിക്ക് മുൻഗണന നൽകിയ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ വെങ്കട സുബ്ബയ്യയാണ്. എറണാകുളത്തും തൃശൂരും പരീക്ഷണാർത്ഥം കൃഷിത്തോട്ടങ്ങൾ നിർമ്മിച്ച ദിവാൻ വെങ്കട സുബ്ബയ്യയാണ്. കർഷകർക്ക് നല്ല ഇനം വിത്തുകൾ നൽകി വെങ്കട സുബ്ബയ്യ. കേണൽ മൺട്രോ ആരംഭിച്ച നാട്ടുഭാഷാ വിദ്യാലയങ്ങൾ അവസാനിപ്പിക്കുകയും കുറെ കൂടി മെച്ചപ്പെട്ട വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ചെയ്തു വെങ്കട സുബ്ബയ്യ. തൃശൂരിലും മട്ടാഞ്ചേരിയിലും ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിച്ച ദിവാൻ വെങ്കട സുബ്ബയ്യയാണ്. പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന ദിവാനാണ് ശങ്കരവാര്യർ. ആരാണ്? ശങ്കരവാര്യർ. പഠിക്കുക. ഇമ്പോർട്ടന്റ് ആണ്. ശങ്കരവാര്യരുടെ ഭരണകാലഘട്ടം 1840 മുതൽ 1856 വരെ. ശങ്കരവാര്യരുടെ ഭരണകാലഘട്ടം 1840 മുതൽ 1856 വരെ ആയിരുന്നു. വെങ്കട സുബ്ബയ്യ കൊണ്ടുവന്ന ഭരണ പരിഷ്കാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ഇന്ത്യയിലെ നല്ല രീതിയിൽ ഭരണം നടക്കുന്ന നാട്ടുരാജ്യങ്ങൾ ഒന്നാക്കി കൊച്ചിയെ മാറ്റുകയും ചെയ്ത ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ അത് ശങ്കരവാര്യരായിരുന്നു. പഠിച്ചോളണേ. ശങ്കരവാര്യരുടെ ഭരണകാലഘട്ടം 1840 മുതൽ 1856 വരെയായിരുന്നു. വെങ്കട സുബ്ബയ്യ കൊണ്ടുവന്ന ഭരണ പരിഷ്കാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ഇന്ത്യയിലെ നല്ല രീതിയിൽ ഭരണം നടക്കുന്ന നാട്ടുരാജ്യങ്ങളിൽ ഒന്നാക്കി കൊച്ചിയെ മാറ്റുകയും ചെയ്തു ശങ്കരവാര്യർ. കൊച്ചിയിലെ ധനകാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്ന ദിവാൻ എന്നറിയപ്പെടുന്നത് ശങ്കരവാര്യരാണ്. പഠിച്ചോളണേ. ഇമ്പോർട്ടന്റ് ആണ്. കൊച്ചിയിലെ ധനകാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്ന ദിവാൻ എന്നറിയപ്പെടുന്നത് ശങ്കരവാര്യരായിരുന്നു. കൃത്യമായി നികുതികൾ പിരിച്ചെടുക്കുകയും ചിലവിനങ്ങളിൽ മിതവ്യയം നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. മിതവ്യയം എന്തെന്നുള്ളത് നമ്മൾ നമ്മുടെ 5ാം ക്ലാസ്സിന്റെ SCERT ടെക്സ്റ്റ് ബുക്കിന്റെ സോഷ്യലിന്റെ എക്സ്പ്ലനേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സിന്റെ ലിങ്ക് സുഹൃത്തുക്കൾക്ക് കൊടുത്തിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഇതുപോലുള്ള പോയിന്റ്സ് വരും. അപ്പോൾ നമുക്കൊന്നുകൂടി പറയാം. കൃത്യമായി നികുതികൾ പിരിച്ചെടുക്കുകയും ചിലവിനങ്ങൾ മിതവ്യയം നടപ്പിലാക്കുകയും ചെയ്തിരുന്നു ആരാണ്? ശങ്കരവാര്യർ. അതുവരെ ഉണ്ടായിരുന്ന കൊച്ചിയിലെ കമ്മി ബഡ്ജറ്റ് മിച്ച ബഡ്ജറ്റ് ആക്കാൻ ശങ്കരവാര്യർക്ക് കഴിഞ്ഞു. അതുവരെ കൊച്ചിയിൽ ഉണ്ടായിരുന്ന കമ്മി ബഡ്ജറ്റ്, അതായത് നഷ്ട ബഡ്ജറ്റിനെ മിച്ച ബഡ്ജറ്റ് ആക്കി മാറ്റാൻ ആർക്ക് കഴിഞ്ഞു? ശങ്കരവാര്യർക്ക് കഴിഞ്ഞു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ശങ്കരവാര്യരുടെ ഭരണകാലഘട്ടം 1840 മുതൽ 1856 വരെയായിരുന്നു. വെങ്കട സുബ്ബയ്യ കൊണ്ടുവന്ന ഭരണ പരിഷ്കാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ഇന്ത്യയെ നല്ല രീതിയിൽ ഭരണം നടത്തുന്ന നാട്ടുരാജ്യങ്ങളിൽ ഒന്നാക്കി കൊച്ചിയെ മാറ്റുകയും ചെയ്തു ശങ്കരവാര്യർ. കൊച്ചിയിലെ ധനകാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്ന ദിവാൻ എന്നറിയപ്പെടുന്നത് ശങ്കരവാര്യരായിരുന്നു. കൃത്യമായി നികുതികൾ പിരിച്ചെടുക്കുകയും ചിലവിനങ്ങളിൽ മിതവ്യയം നടപ്പിലാക്കുകയും ചെയ്ത കൊച്ചി ദിവാനാരെന്ന് ചോദിച്ചാൽ അത് ശങ്കരവാര്യറാണ്.
അതുപോലെ തന്നെ അതുവരെ ഉണ്ടായിരുന്ന കൊച്ചിയിലെ കമ്മി ബഡ്ജറ്റ് മിച്ച ബഡ്ജറ്റ് ആക്കാൻ പൊതുനിർമ്മാണ മേഖലകൾ അദ്ദേഹം സമഗ്രമായ പ്രവർത്തനങ്ങൾ നടത്തി. അതായത് ശങ്കരവാര്യർ പൊതുനിർമ്മാണ മേഖലകളിലെ സമഗ്രമായ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ദിവാനായിരുന്നു. റോഡുകളും തോടുകളും പാലങ്ങളും നിർമ്മിച്ചു. യാത്രക്കാരുടെ സൗകര്യം പരിഗണിച്ചുകൊണ്ട് കൂടുതൽ സത്രങ്ങൾ പണികഴിപ്പിച്ചു. എവിടെ? കൊച്ചിയില്. കുളങ്ങളും ചിറകളും നിർമ്മിച്ചുകൊണ്ട് ചെറുകിട ജലസേചന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. കൃഷിയോഗ്യമായ തരിശുഭൂമികൾ കൃഷിക്കായി ഉപയോഗപ്പെടുത്തി. കൃഷിയോഗ്യമാണ് എങ്കിലും തരിശുഭൂമിയായിട്ട് കിടന്ന കൃഷിഭൂമികളെല്ലാം കൂടി കൃഷിക്കായിട്ട് ഉപയോഗപ്പെടുത്തി. ആരാണ്? ശങ്കരവാര്യർ. വാണിജ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പലതരം ചുങ്കങ്ങളും നികുതികളും ഒഴിവാക്കി. അദ്ദേഹം ഒഴിവാക്കി. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ ശങ്കരവാര്യരെ പറ്റി. പൊതുനിർമ്മാണ മേഖലയിൽ അദ്ദേഹം സമഗ്രമായ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. റോഡുകളും തോടുകളും പാലങ്ങളും നിർമ്മിച്ചു ശങ്കരവാര്യർ. യാത്രക്കാരുടെ സൗകര്യം പരിഗണിച്ചുകൊണ്ട് കൂടുതൽ സത്രങ്ങൾ പണികഴിപ്പിച്ചു ശങ്കരവാര്യർ. എവിടെയാണ്? കൊച്ചിയിലെ. കുളങ്ങളും ചിറകളും നിർമ്മിച്ചുകൊണ്ട് ചെറുകിട ജലസേചന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു ശങ്കരവാര്യർ. കൃഷിയോഗ്യമായ തരിശുഭൂമികൾ കൃഷിക്കായി ഉപയോഗപ്പെടുത്തി ശങ്കരവാര്യർ. വാണിജ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പലതരം ചുങ്കങ്ങളും നികുതികളും ശങ്കരവാര്യർ ഒഴിവാക്കുകയും ചെയ്തു. പഠിക്കുക. അടിമ സമ്പ്രദായം നിർത്തലാക്കിക്കൊണ്ട് 1854 പ്രഖ്യാപിച്ച വിളംബരം രാജ്യത്തുള്ള എല്ലാ അടിമകൾക്കും സ്വാതന്ത്ര്യം നൽകി. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. ദിവാൻ ശങ്കരവാര്യർ 1854 അടിമ സമ്പ്രദായം നിർത്തലാക്കിക്കൊണ്ട് വിളംബരം പ്രഖ്യാപിച്ചു. അതോടുകൂടി കൊച്ചി രാജ്യത്തുള്ള എല്ലാ അടിമകൾക്കും സ്വാതന്ത്ര്യം നൽകപ്പെട്ടു. 1845 എറണാകുളത്ത് എലിമെന്ററി ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കപ്പെട്ടു. ഇതാണ് പിൽക്കാലത്ത് മഹാരാജാസ് കോളേജായി മാറിയത്. 1854 എറണാകുളത്ത് എലിമെന്ററി ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കപ്പെട്ടു. ഇതാണ് പിൽക്കാലത്ത് മഹാരാജാസ് കോളേജായി മാറിയത്. എറണാകുളത്ത് ധർമാശുപത്രി സ്ഥാപിക്കുകയും പിൽക്കാലത്ത് ഇത് ജനറൽ ആശുപത്രിയായി വളർന്നു വരികയും ചെയ്തു. എറണാകുളത്ത് ധർമാശുപത്രി സ്ഥാപിക്കുകയും പിൽക്കാലത്ത് ഇത് ജനറൽ ആശുപത്രിയായിട്ട് വളർന്നു വരികയും ചെയ്തു. ഇത് ശങ്കരവാര്യരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഈ 3 പോയിന്റ്സ്, ഇത് 3 സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. നമുക്കൊന്നുകൂടി നോക്കാം. അടിമ സമ്പ്രദായം നിർത്തലാക്കിക്കൊണ്ട് 1854 പ്രഖ്യാപിച്ച വിളംബരം രാജ്യത്തുള്ള എല്ലാ അടിമകൾക്കും സ്വാതന്ത്ര്യം നൽകി. ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയത്? നമ്മുടെ ദിവാൻ ശങ്കരവാര്യർ ആയിരുന്നു. ദിവാൻ ശങ്കരവാര്യർ 1845 എറണാകുളത്ത് എലിമെന്ററി ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു. ഈ സ്കൂളാണ് പിൽക്കാലത്ത് മഹാരാജാസ് കോളേജായി മാറിയത്. ശങ്കരവാര്യർ എറണാകുളത്ത് തന്നെ ധർമാശുപത്രി സ്ഥാപിക്കുകയും പിൽക്കാലത്ത് ജനറൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ജനറൽ ആശുപത്രിയായിട്ട് വളർന്നു വരികയും ചെയ്തു. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ദിവാൻ ശങ്കുണ്ണി മേനോൻ. ശങ്കരവാര്യർക്ക് ശേഷം വന്ന ദിവാൻ വെങ്കിട്ടറാവു 1856 മുതൽ 1860 വരെ കൊച്ചിയുടെ ദിവാനായി ഭരണം നടത്തി. തന്റെ ഭരണപരിഷ്കാരങ്ങൾ മൂലം ജനങ്ങളുടെ അപ്രീതിക്ക് പാത്രമായി തീർന്ന വ്യക്തിയാണ് ദിവാൻ വെങ്കിട്ടറാവു. ഇത് പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് പറയുന്നത്. ശങ്കരവാര്യർക്ക് ശേഷം വന്ന ദിവാൻ വെങ്കിട്ടറാവു 1856 മുതൽ 1860 വരെ കൊച്ചിയുടെ ദിവാനായി ഭരണം നടത്തി. അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങൾ മൂലം ജനങ്ങളുടെ അപ്രീതിക്ക് പാത്രമായി തീർന്നു അദ്ദേഹം. അതോടുകൂടി 1860 ദിവാൻ വെങ്കിട്ടറാവു ഉദ്യോഗത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടു. 1860 ദിവാൻ വെങ്കിട്ടറാവു ഉദ്യോഗത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടു. അതിനുശേഷം ദിവാൻ ശങ്കരവാര്യരുടെ മകനായ തോട്ടയ്ക്കാട് ശങ്കുണ്ണി മേനോൻ ദിവാനായി സ്ഥാനമേറ്റു. അപ്പോൾ ദിവാൻ ശങ്കുണ്ണി മേനോൻ അല്ലെങ്കിൽ തോട്ടയ്ക്കാട് ശങ്കുണ്ണി മേനോൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ശങ്കരവാര്യരുടെ മകനാണ് കേട്ടോ. അദ്ദേഹം എന്ത് ചെയ്തു? സ്ഥാനമേറ്റു. ദിവാൻ ശങ്കുണ്ണി മേനോന്റെ ഭരണകാലഘട്ടം 1860 മുതൽ 1879 വരെയാണ്. ദിവാൻ ശങ്കുണ്ണി മേനോന്റെ ഭരണകാലഘട്ടം ചോദിച്ചാൽ 1860 മുതൽ 1879 വരെയാണ്.
വക്കീലന്മാർക്ക് ജഡ്ജിമാർക്കും പരീക്ഷാ യോഗ്യത നിശ്ചയിച്ചുകൊണ്ട് നീതിന്യായ വിഭാഗം പരിഷ്കരിച്ച ദിവാൻ ശങ്കുണ്ണി മേനോനാണ്. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. വക്കീലന്മാർക്കും ജഡ്ജിമാർക്കും പരീക്ഷാ യോഗ്യത നിശ്ചയിച്ചുകൊണ്ട് നീതിന്യായ വിഭാഗം പരിഷ്കരിച്ച ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ അത് ദിവാൻ ശങ്കുണ്ണി മേനോനാണ്. പെറ്റി സിവിൽ കേസുകൾ കേൾക്കുന്നതിന് വേണ്ടി എല്ലാ താലൂക്കുകളിലും മുൻസിഫ് കോടതികൾ ഏർപ്പെടുത്തിയത് ദിവാൻ ശങ്കുണ്ണി മേനോനായിരുന്നു. പെറ്റി സിവിൽ കേസുകൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ താലൂക്കുകളിലും മുൻസിഫ് കോടതികൾ ഏർപ്പെടുത്തിയത് ദിവാൻ ശങ്കുണ്ണി മേനോനായിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ശങ്കരവാര്യർക്ക് ശേഷം ദിവാൻ വെങ്കിട്ടറാവു എന്ന വ്യക്തി 1856 മുതൽ 1860 വരെ കൊച്ചിയുടെ ദിവാൻ സ്ഥാനം ഏറ്റെടുത്തു. എന്നാൽ ദിവാൻ വെങ്കിട്ടറാവുവിന്റെ ഭരണ പരിഷ്കാരങ്ങൾ മൂലം ജനങ്ങളുടെ അപ്രീതിക്ക് പാത്രമായി തീർന്നു ആര്? ദിവാൻ വെങ്കിട്ടറാവു. ഇതോടുകൂടി 1860 ദിവാൻ വെങ്കിട്ടറാവു ഉദ്യോഗത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടു. അതിനുശേഷം ദിവാൻ ശങ്കരവാര്യരുടെ മകനായിരുന്ന തോട്ടക്കാട് ശങ്കുണ്ണി മേനോൻ ദിവാനായി സ്ഥാനമേറ്റു. ദിവാൻ ശങ്കുണ്ണി മേനോന്റെ ഭരണകാലഘട്ടം ചോദിച്ചാൽ 1860 മുതൽ 1879 വരെയായിരുന്നു. വക്കീലന്മാർക്കും ജഡ്ജിമാർക്കും പരീക്ഷാ യോഗ്യത നിശ്ചയിച്ചുകൊണ്ട് നീതിന്യായ വിഭാഗം പരിഷ്കരിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചാൽ ദിവാൻ ശങ്കുണ്ണി മേനോനായിരുന്നു. പെറ്റി സിവിൽ കേസുകൾ കേൾക്കുന്നതിന് വേണ്ടി എല്ലാ താലൂക്കുകളിലും മുൻസിഫ് കോടതികൾ ഏർപ്പെടുത്തിയത് ദിവാൻ ശങ്കുണ്ണി മേനോനായിരുന്നു. പഠിക്കുക. ഒരു യൂറോപ്യൻ എഞ്ചിനീയറിന്റെ കീഴിൽ 1865 മരാമത്ത് വകുപ്പ് കൊച്ചിയിൽ ആരംഭിച്ച ദിവാൻ ശങ്കുണ്ണി മേനോനാണ്. പഠിച്ചോളണേ, ഒരു യൂറോപ്യൻ എഞ്ചിനീയറുടെ കീഴിൽ 1865 മരാമത്ത് വകുപ്പ് ആരംഭിച്ചു. എവിടെ? കൊച്ചിയിൽ. ആരാണ്? ദിവാൻ ശങ്കുണ്ണി മേനോൻ. കൊച്ചിയിലെ റോഡുകൾ മെറ്റൽ ചെയ്യപ്പെട്ടത് ദിവാൻ ശങ്കുണ്ണി മേനോന്റെ കാലഘട്ടത്തിലാണ്. കൊച്ചിയിലെ റോഡുകൾ മെറ്റൽ ചെയ്യപ്പെട്ടത് ദിവാൻ ശങ്കുണ്ണി മേനോന്റെ കാലഘട്ടത്തിലാണ്. വൈപ്പ് ദ്വീപിൽ ചിറകളും അഴുക്കുചാലുകളും നിർമ്മിച്ചത് ദിവാൻ ശങ്കുണ്ണി മേനോനാണ്. വൈപ്പ് ദ്വീപിലെ ചിറകളും അഴുക്കുചാലുകളും നിർമ്മിച്ചത് ദിവാൻ ശങ്കുണ്ണി മേനോനാണ്. കൊച്ചിയിലെ ധാരാളം പ്രദേശങ്ങളിൽ നെല്ലും തെങ്ങും കൃഷിയും ചെയ്യുവാൻ സൗകര്യമുണ്ടാക്കിയ ദിവാൻ ശങ്കുണ്ണി മേനോനാണ്. കൊച്ചിയിലെ ധാരാളം പ്രദേശങ്ങളിൽ നെല്ലും തെങ്ങും കൃഷി ചെയ്യുവാനായിട്ട് സൗകര്യമുണ്ടാക്കിയത് ദിവാൻ ശങ്കുണ്ണി മേനോനായിരുന്നു. ഷൊർണൂരിൽ നിന്നും എറണാകുളം വരെ തീവണ്ടിപ്പാത നീട്ടാൻ ദിവാൻ റെയിൽവേ അധികൃതരുമായി ചർച്ച നടത്തി. അതായത് ഷൊർണൂരിൽ നിന്നും എറണാകുളം വരെ തീവണ്ടിപ്പാത നീട്ടുന്നതിന് വേണ്ടിയിട്ട് റെയിൽവേ അധികൃതരുമായി ആദ്യമായി ചർച്ച നടത്തിയ കൊച്ചി ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് ദിവാൻ ശങ്കുണ്ണി മേനോനായിരുന്നു. എറണാകുളത്തെ ഇംഗ്ലീഷ് സ്കൂളുകൾ സെക്കൻഡ് ഗ്രേഡ് കോളേജുകളായി ഉയർത്തുകയും താലൂക്കുകളുടെ തലസ്ഥാനങ്ങളിൽ ഇംഗ്ലീഷ് സ്കൂളുകൾ തുടങ്ങുകയും ചെയ്തു. പഠിച്ചോളനെ, എറണാകുളത്തെ ഇംഗ്ലീഷ് സ്കൂളുകൾ സെക്കൻഡ് ഗ്രേഡ് കോളേജുകളായി ഉയർത്തുകയും താലൂക്കുകളുടെ തലസ്ഥാനങ്ങളിൽ ഇംഗ്ലീഷ് സ്കൂളുകൾ തുടങ്ങുകയും ചെയ്തു ദിവാൻ ശങ്കുണ്ണി മേനോൻ. ഒന്നുകൂടി പറയാം, ഒരു യൂറോപ്യൻ എഞ്ചിനീയറുടെ കീഴിൽ 1865 കൊച്ചിയിലെ മരാമത്ത് വകുപ്പ് ആരംഭിച്ചു. കൊച്ചിയിലെ റോഡുകൾ മെറ്റൽ ചെയ്യപ്പെട്ടത് ദിവാൻ ശങ്കുണ്ണി മേനോന്റെ കാലഘട്ടത്തിലാണ്. വൈപ്പ് ദ്വീപിൽ ചിറകളും അഴുക്കുചാലുകളും നിർമ്മിച്ചു ദിവാൻ ശങ്കുണ്ണി മേനോന്റെ കാലഘട്ടത്തിൽ. കൊച്ചിയിലെ ധാരാളം പ്രദേശങ്ങളിലെ നെല്ലും തെങ്ങും കൃഷി ചെയ്യുവാൻ സൗകര്യമുണ്ടാക്കി. ഷൊർണൂരിൽ നിന്നും എറണാകുളം വരെ തീവണ്ടിപ്പാത നീട്ടുന്നതിന് വേണ്ടി റെയിൽവേ അധികൃതരുമായി ആദ്യമായി ചർച്ച നടത്തിയ കൊച്ചി ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ അത് ദിവാൻ ശങ്കുണ്ണി മേനോനായിരുന്നു. എറണാകുളത്തെ ഇംഗ്ലീഷ് സ്കൂളുകൾ സെക്കൻഡ് ഗ്രേഡ് കോളേജുകളായി ഉയർത്തുകയും താലൂക്കുകളുടെ തലസ്ഥാനങ്ങളിൽ ഇംഗ്ലീഷ് സ്കൂളുകൾ തുടങ്ങുകയും ചെയ്ത ദിവാൻ ആരെന്ന് ചോദിച്ചാൽ ദിവാൻ ശങ്കുണ്ണി മേനോനാണ്. പഠിക്കുക. തൃശൂരിൽ ആദ്യമായി ആശുപത്രി സ്ഥാപിച്ചത് ദിവാൻ ശങ്കുണ്ണി മേനോനായിരുന്നു. അതുപോലെ തന്നെ എറണാകുളത്തെ ആശുപത്രി മെച്ചപ്പെടുത്തുകയും ചെയ്തു ദിവാൻ ശങ്കുണ്ണി മേനോൻ. തൃശൂരിൽ ആദ്യമായി ആശുപത്രി സ്ഥാപിച്ചത് ദിവാൻ ശങ്കുണ്ണി മേനോനായിരുന്നു. എറണാകുളത്തെ ആശുപത്രി മെച്ചപ്പെടുത്തിയതാരെന്ന് ചോദിച്ചാൽ ദിവാൻ ശങ്കുണ്ണി മേനോനായിരുന്നു. സർക്കാർ അഞ്ചൽ പൊതുജനങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ മാറ്റം വരുത്തിയ കൊച്ചി ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് ദിവാൻ ശങ്കുണ്ണി മേനോനായിരുന്നു. അഞ്ചൽ എന്ന് പറഞ്ഞാൽ അറിയാലോ സുഹൃത്തുക്കളെ, പണ്ട് കാലത്തുണ്ടായിരുന്ന
പോസ്റ്റ് ഓഫീസ് അറിയപ്പെട്ടിരുന്ന പേരാണ് അഞ്ചൽ എന്ന് പറയുന്നത്. അപ്പോൾ അക്കാലത്ത് സർക്കാർ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ രാജാക്കന്മാരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അഞ്ചൽ അല്ലെങ്കിൽ ഈ പറഞ്ഞിരുന്ന പോസ്റ്റ് ഓഫീസുകൾ ഉപയോഗിച്ചിരുന്നുള്ളൂ. അതിന് മാറ്റം വരുത്തിക്കൊണ്ട് സർക്കാർ അഞ്ചൽ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പോസ്റ്റ് ഓഫീസുകൾ പൊതുജനങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ മാറ്റം വരുത്തിയ കൊച്ചി ദിവാൻ ആരെന്ന് ചോദിച്ചാൽ ദിവാൻ ശങ്കുണ്ണി മേനോനായിരുന്നു. ഗവൺമെന്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി തൊഴിലാളികളെ കൊണ്ട് നിർബന്ധിച്ച് പണിയെടുപ്പിക്കുന്നത് അവസാനിപ്പിച്ചത് ദിവാൻ ശങ്കുണ്ണി മേനോനാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഗവൺമെന്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തൊഴിലാളികളെ കൊണ്ട് നിർബന്ധിച്ച് പണിയെടുപ്പിക്കുന്നത് അവസാനിപ്പിച്ചത് ദിവാൻ ശങ്കുണ്ണി മേനോന്റെ കാലഘട്ടത്തിലാണ്. അടിമക്കച്ചവടം പൂർണ്ണമായും അവസാനിപ്പിച്ച കൊച്ചി ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ അത് ദിവാൻ ശങ്കുണ്ണി മേനോനാണ്. പ്രീവിയസ് ആയി PSC ചോദിച്ച ക്വസ്റ്റൻ ആണ്. അടിമക്കച്ചവടം പൂർണ്ണമായും കൊച്ചിയിൽ അവസാനിപ്പിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചാൽ ദിവാൻ ശങ്കുണ്ണി മേനോനാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം. തൃശ്ശൂരിൽ ആദ്യമായി ഒരു ആശുപത്രി സ്ഥാപിച്ചത് ദിവാൻ ശങ്കുണ്ണി മേനോനായിരുന്നു. എറണാകുളത്തെ ആശുപത്രി മെച്ചപ്പെടുത്തിയ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ ദിവാൻ ശങ്കുണ്ണി മേനോൻ. സർക്കാർ അഞ്ചൽ പൊതുജനങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ മാറ്റം വരുത്തിയ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ ദിവാൻ ശങ്കുണ്ണി മേനോനായിരുന്നു. ഗവൺമെന്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി തൊഴിലാളികളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് പണിയെടുപ്പിക്കുന്ന അവസാനിപ്പിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ദിവാൻ ശങ്കുണ്ണി മേനോനായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, അടിമക്കച്ചവടം പൂർണ്ണമായും കൊച്ചിയിൽ അവസാനിപ്പിച്ചത് ദിവാൻ ശങ്കുണ്ണി മേനോന്റെ കാലഘട്ടത്തിലാണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ദിവാൻ ഗോവിന്ദ മേനോൻ. പഠിച്ചോളനെ. ദിവാൻ ഗോവിന്ദ മേനോൻ. ദിവാൻ ഗോവിന്ദ മേനോന്റെ ഭരണകാലഘട്ടം എന്നറിയപ്പെടുന്നത് 1879 മുതൽ 1889 വരെ. ദിവാൻ ഗോവിന്ദ മേനോന്റെ ഭരണകാലഘട്ടം 1879 ആരംഭിച്ച് 1889 വരെയായിരുന്നു. ദിവാൻ ശങ്കുണ്ണി മേനോന്റെ സഹോദരനായിരുന്നു ദിവാൻ ഗോവിന്ദ മേനോൻ. ദിവാൻ ശങ്കുണ്ണി മേനോന്റെ സഹോദരനായിരുന്നു ദിവാൻ ഗോവിന്ദ മേനോൻ. വിക്ടോറിയ റാണിയുടെ ജൂബിലി സ്മാരകമായി പെൺകുട്ടികൾക്ക് വേണ്ടി കൊച്ചിയിലെ ആദ്യത്തെ സ്കൂൾ 1889 തൃശ്ശൂരിൽ സ്ഥാപിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചാൽ ദിവാൻ ഗോവിന്ദ മേനോനാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. പഠിക്കാതെ പോവല്ലേ. വിക്ടോറിയ റാണിയുടെ ജൂബിലി സ്മാരകമായിട്ട് പെൺകുട്ടികൾക്ക് വേണ്ടി കൊച്ചിയിലെ ആദ്യത്തെ സ്കൂൾ 1889 തൃശ്ശൂരിൽ സ്ഥാപിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചാൽ ദിവാൻ ഗോവിന്ദ മേനോനായിരുന്നു. സ്വകാര്യ വിദ്യാലയങ്ങൾക്ക് ധനസഹായം നൽകുന്ന സമ്പ്രദായം ആരംഭിച്ച ദിവാൻ ഗോവിന്ദ മേനോനായിരുന്നു. സ്വകാര്യ വിദ്യാലയങ്ങൾക്ക് ധനസഹായം നൽകുന്ന സമ്പ്രദായം ആരംഭിച്ച ദിവാൻ ഗോവിന്ദ മേനോനായിരുന്നു. ആധുനികമായ രീതിയിൽ പോലീസ് സൈന്യത്തിനെ പുനഃസംഘടിപ്പിച്ച ദിവാൻ ഗോവിന്ദ മേനോനാണ്. ആധുനിക രീതിയിൽ പോലീസ് സൈന്യത്തെ പുനഃസംഘടിപ്പിച്ചത് ദിവാൻ ഗോവിന്ദ മേനോനായിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ദിവാൻ ഗോവിന്ദ മേനോന്റെ ഭരണകാലഘട്ടം ചോദിച്ചാൽ 1879 മുതൽ 1889 വരെയാണ്. ദിവാൻ ശങ്കുണ്ണി മേനോന്റെ സഹോദരനായിരുന്നു ദിവാൻ ഗോവിന്ദ മേനോൻ. വിക്ടോറിയ റാണിയുടെ ജൂബിലി സ്മാരകമായിട്ട് പെൺകുട്ടികൾക്ക് വേണ്ടി കൊച്ചിയിലെ ആദ്യത്തെ സ്കൂൾ 1889 തൃശ്ശൂരിൽ സ്ഥാപിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചാൽ ദിവാൻ ഗോവിന്ദ മേനോനാണ്. സ്വകാര്യ വിദ്യാലയങ്ങൾക്ക് ധനസഹായം നൽകുന്ന സമ്പ്രദായം ആരംഭിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചാൽ ദിവാൻ ഗോവിന്ദ മേനോൻ. ആധുനികമായ രീതിയിൽ പോലീസ് സൈന്യത്തെ പുനഃസംഘടിപ്പിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് ദിവാൻ ഗോവിന്ദ മേനോനാണ്. ബ്രിട്ടീഷ് ഇന്ത്യക്ക് അനുസരിച്ച് സിവിൽ ക്രിമിനൽ നടപടികൾ കൊച്ചിയിൽ കൊണ്ടുവന്നതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദിവാൻ ഗോവിന്ദ മേനോനായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യക്ക് അനുസരിച്ച് സിവിൽ ക്രിമിനൽ എന്നീ നടപടിക്രമങ്ങൾ കൊച്ചിയിൽ കൊണ്ടുവന്ന ദിവാൻ ആരെന്ന് ചോദിച്ചാൽ ഗോവിന്ദ മേനോനായിരുന്നു. പരിഷ്കരിച്ച രീതിയിലുള്ള അപ്പീൽ കോടതികൾ സ്ഥാപിച്ചത് ഗോവിന്ദ മേനോനായിരുന്നു. ദിവാൻ ഗോവിന്ദ മേനോനാണ് കൊച്ചിയിലെ പരിഷ്കരിച്ച രീതിയിലുള്ള അപ്പീൽ കോടതികൾ സ്ഥാപിച്ചത്. വമ്പിച്ച തോതിൽ കായൽ നികത്തുകയും എറണാകുളത്തെ തീരപ്രദേശങ്ങൾ നവീകരിക്കുകയും ചെയ്ത ദിവാൻ ആരെന്ന് ചോദിച്ചാൽ ദിവാൻ ഗോവിന്ദ മേനോനായിരുന്നു. വമ്പിച്ച തോതില് കായൽ നികത്തുകയും എറണാകുളത്തെ തീരപ്രദേശങ്ങൾ നവീകരിക്കുകയും ചെയ്ത ദിവാൻ ആരെന്ന് ചോദിച്ചാൽ ദിവാൻ ഗോവിന്ദ മേനോനായിരുന്നു. തിരുവിതാംകൂറുമായി അതിർത്തികൾ കൃത്യമായി തരംതിരിക്കുകയും ഇരിങ്ങാലക്കുട, ഇളംകുന്നപ്പുഴ, പെരുമനം എന്നീ ക്ഷേത്രങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂറുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്ത ദിവാൻ ആരെന്ന് ചോദിച്ചാൽ ഗോവിന്ദ മേനോനാണ്. ഒന്നുകൂടി പറയാം. തിരുവിതാംകൂറുമായി അതിർത്തികൾ കൃത്യമായി തരംതിരിക്കുകയും ഇരിഞ്ഞാലക്കുടയും ഇളംകുന്നപ്പുഴ, പെരുമനം എന്നീ ക്ഷേത്രങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂറുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ അവസാനിപ്പിച്ച കൊച്ചി ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ ഗോവിന്ദ മേനോനായിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ബ്രിട്ടീഷ് ഇന്ത്യക്ക് അനുസരിച്ച് സിവിൽ ക്രിമിനൽ നടപടിക്രമങ്ങൾ കൊച്ചിയിൽ കൊണ്ടുവന്ന ദിവാൻ ഗോവിന്ദ മേനോനായിരുന്നു.
പരിഷ്കരിച്ച രീതിയിലുള്ള അപ്പീൽ കോടതികൾ സ്ഥാപിച്ചത് ഗോവിന്ദമേനോനായിരുന്നു. വമ്പിച്ച തോതിൽ കായൽ നികത്തുകയും എറണാകുളത്ത് തീരപ്രദേശങ്ങൾ നവീകരിക്കുകയും ചെയ്ത ദിവാൻ ഗോവിന്ദമേനോൻ തിരുവിതാംകൂറുമായി അതിർത്തികൾ കൃത്യമായി തരംതിരിക്കുകയും ഇരിഞ്ഞാലക്കുട, ഇളങ്കുന്നപ്പുഴ, പെരുമനം എന്നീ ക്ഷേത്രങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂറുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ പരിഹരിക്കുകയും ചെയ്ത കൊച്ചി ദിവാൻ ആരെന്ന് ചോദിച്ചാൽ ഗോവിന്ദ മേനോനാണ് പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന ദിവാനാണ് ദിവാൻ തിരു വെങ്കിടാചാര്യ. ആരാണ്? ദിവാൻ തിരു വെങ്കിടാചാര്യയെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദിവാൻ തിരു വെങ്കിടാചാര്യ ഭരണകാലഘട്ടം 1889 മുതൽ 1892 വരെ. തിരു വെങ്കിടാചാര്യയുടെ ഭരണകാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാല് 1889 മുതൽ 1892 വരെ ആയിരുന്നു. നാട്ടുഭാഷയിലും ഇംഗ്ലീഷിലുമുള്ള സർക്കാർ പ്രാഥമിക വിദ്യാലയങ്ങൾ ആരംഭിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് തിരു വെങ്കിടാചാര്യ ആയിരുന്നു. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നാട്ടുഭാഷയിൽ ഉണ്ടായിരുന്ന വിദ്യാലയങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് പരിഷ്കരിച്ചുകൊണ്ടുള്ള ഇംഗ്ലീഷ് വിദ്യാലയങ്ങളായിരുന്നു കൊച്ചി ദിവാൻമാർ ആരംഭിച്ചത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് നാട്ടുഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലുമുള്ള സർക്കാർ പ്രാഥമിക വിദ്യാലയങ്ങൾ ആരംഭിച്ച കൊച്ചി ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് തിരു വെങ്കിടാചാര്യയായിരുന്നു. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകി വന്ന ധനസഹായം ഉദാരവൽക്കരിച്ച കൊച്ചി ദിവാൻ ആരെന്ന് ചോദിച്ചാൽ തിരു വെങ്കിടാചാര്യയാണ്. എന്താ പറഞ്ഞത്? സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകി വന്ന ധനസഹായം ഉദാരവൽക്കരിച്ച കൊച്ചി ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ അത് തിരു വെങ്കിടാചാര്യയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. തിരു വെങ്കിടാചാര്യയുടെ ഭരണകാലഘട്ടം ചോദിച്ചാൽ 1889 മുതൽ 1892 വരെയാണ്. നാട്ടുഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലുമുള്ള സർക്കാർ പ്രാഥമിക വിദ്യാലയങ്ങൾ ആരംഭിച്ച ദിവാൻ തിരു വെങ്കിടാചാര്യയാണ്. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകി വന്ന ധനസഹായം ഉദാരവൽക്കരിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ കൊച്ചി ദിവാൻ ആരെന്ന് ചോദിച്ചാൽ തിരു വെങ്കിടാചാര്യയാണ് പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ള കൊച്ചി ദിവാനാണ് ജി സുബ്രഹ്മണ്യ പിള്ള. ആരാണ്? ജി സുബ്രഹ്മണ്യ പിള്ള. ജി സുബ്രഹ്മണ്യ പിള്ളയുടെ ഭരണകാലഘട്ടം 1892 മുതൽ 1896 വരെ ആയിരുന്നു. ജി സുബ്രഹ്മണ്യ പിള്ള കൊച്ചിയുടെ ദിവാനായിരുന്ന ഭരണകാലഘട്ടം 1892 മുതൽ 1896 വരെ ആയിരുന്നു. കൊച്ചിയിൽ മെഡിക്കൽ വകുപ്പ് പുനഃസ്ഥാപിച്ച ദിവാൻ ജി സുബ്രഹ്മണ്യ പിള്ള. കൊച്ചിയിൽ മെഡിക്കൽ വകുപ്പ് പുനഃസ്ഥാപിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് ജി സുബ്രഹ്മണ്യ പിള്ളയായിരുന്നു. മെഡിക്കൽ വകുപ്പിലെ ഭരണം സുഗമമാക്കുന്നതിനു വേണ്ടി മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ഒരു ചീഫ് മെഡിക്കൽ ഓഫീസറിനെ നിയമിച്ച കൊച്ചി ദിവാൻ ആരെന്ന് ചോദിച്ചാൽ ജി സുബ്രഹ്മണ്യ പിള്ളയായിരുന്നു. എന്താണ് പറഞ്ഞ സുഹൃത്തുക്കളെ? മെഡിക്കൽ വകുപ്പിലെ ഭരണം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ഒരു ചീഫ് മെഡിക്കൽ ഓഫീസറിനെ നിയമിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ജി സുബ്രഹ്മണ്യ പിള്ളയായിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ജി സുബ്രഹ്മണ്യ പിള്ളയുടെ ഭരണകാലഘട്ടം ചോദിച്ചാൽ 1892 മുതൽ 1896 വരെ. കൊച്ചിയിൽ മെഡിക്കൽ വകുപ്പ് പുനഃസംഘടിപ്പിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് ജി സുബ്രഹ്മണ്യ പിള്ളയായിരുന്നു. മെഡിക്കൽ വകുപ്പിലെ ഭരണം സുഗമമാക്കുന്നതിന് വേണ്ടി മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ഒരു ചീഫ് മെഡിക്കൽ ഓഫീസറിനെ നിയമിച്ചത് ജി സുബ്രഹ്മണ്യ പിള്ളയായിരുന്നു. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള ദിവാനാണ് പി രാജഗോപാലാചാരി. മറക്കല്ലേ, സി രാജഗോപാലാചാരി അല്ല, പി രാജഗോപാലാചാരിയാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. പി രാജഗോപാലാചാരിയുടെ ഭരണകാലഘട്ടം 1896 മുതൽ 1901 വരെ ആയിരുന്നു. പി രാജഗോപാലാചാരിയുടെ കൊച്ചി ദിവാനായുള്ള ഭരണകാലഘട്ടം 1896 മുതൽ 1901 വരെ ആയിരുന്നു. ഷൊർണൂർ മുതൽ എറണാകുളം വരെയുള്ള തീവണ്ടിപ്പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കിയ ദിവാൻ പി രാജഗോപാലാചാരിയായിരുന്നു. മറക്കരുത്, ഷൊർണൂർ മുതൽ എറണാകുളം വരെയുള്ള തീവണ്ടിപ്പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഏത് ദിവാനാണ് അല്ലെങ്കിൽ ഏത് ദിവാന്റെ കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പി രാജഗോപാലാചാരിയുടെ കാലഘട്ടത്തിലാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഓഡിറ്റ് അക്കൗണ്ട് സമ്പ്രദായം കൊച്ചിയിൽ നടപ്പിലാക്കിയ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ പി രാജഗോപാലാചാരിയായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഓഡിറ്റ് അക്കൗണ്ടിംഗ് സമ്പ്രദായം കൊച്ചിയിൽ നടപ്പിലാക്കിയ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ പി രാജഗോപാലാചാരിയായിരുന്നു. 1900-നും 1901-നും നിലവിൽ വന്ന രണ്ടാം റെഗുലേഷൻ അനുസരിച്ച് കൊച്ചിയിൽ ഒരു ചീഫ് ജസ്റ്റിസും 2 ജഡ്ജിമാരുമുള്ള ഒരു
ചീഫ് കോർട്ട് ആരംഭിച്ചത് പി രാജഗോപാലാചാരിയാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. 1901 നിലവിൽ വന്ന രണ്ടാം റെഗുലേഷൻ അനുസരിച്ച് കൊച്ചിയിൽ ഒരു ചീഫ് ജസ്റ്റിസും 2 ജഡ്ജിമാരുമുള്ള ഒരു ചീഫ് കോർട്ട് ആരംഭിച്ചത് പി രാജഗോപാലാചാരിയായിരുന്നു. കൊച്ചിയിലെ ജയിലുകൾ പരിഷ്കരിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചാൽ പി രാജഗോപാലാചാരിയാണ്. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. കൊച്ചിയിലെ ജയിലുകൾ പരിഷ്കരിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് ദിവാൻ പി രാജഗോപാലാചാരിയായിരുന്നു. നിലംപുരയിടങ്ങൾ എന്നിവയുടെ അതിർത്തികൾ നിശ്ചയിക്കപ്പെടുന്നതിന് വേണ്ടി സർവേ ആരംഭിച്ചത് പി രാജഗോപാലാചാരിയുടെ കാലഘട്ടത്തിലായിരുന്നു. നിലം, പുരയിടങ്ങൾ എന്നിവയുടെ അതിർത്തി നിശ്ചയിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് സർവേ ആരംഭിച്ചത് പി രാജഗോപാലാചാരിയുടെ കാലഘട്ടത്തിലായിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പി രാജഗോപാലാചാരിയുടെ ഭരണകാലഘട്ടം 1896 മുതൽ 1901 വരെയായിരുന്നു. ഷൊർണൂർ മുതൽ എറണാകുളം വരെയുള്ള തീവണ്ടിപ്പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കിയ ദിവാൻ അല്ലെങ്കിൽ ഏത് ദിവാന്റെ കാലഘട്ടത്തിലാണ് എന്ന് ചോദിച്ചാൽ പി രാജഗോപാലാചാരിയുടെ ഭരണകാലഘട്ടത്തിലായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഓഡിറ്റിംഗ് അക്കൗണ്ടിംഗ് സമ്പ്രദായം കൊച്ചിയിൽ നടപ്പിലാക്കിയ ദിവാൻ പി രാജഗോപാലാചാരിയായിരുന്നു. 1900-നും 1901-ലും നിലവിൽ വന്ന രണ്ടാം റെഗുലേഷൻ അനുസരിച്ച് കൊച്ചിയിൽ ഒരു ചീഫ് ജസ്റ്റിസും 2 ജഡ്ജിമാരുമുള്ള ഒരു ചീഫ് കോർട്ട് ആരംഭിച്ചത് പി രാജഗോപാലാചാരിയാണ്. കൊച്ചിയിലെ ജയിലുകൾ പരിഷ്കരിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചാൽ പി രാജഗോപാലാചാരി. നിലം, പുരയിടങ്ങൾ എന്നിവയുടെ അതിർത്തികൾ നിശ്ചയിക്കപ്പെടുന്നതിന് വേണ്ടി സർവേ ആരംഭിച്ച കൊച്ചി ദിവാൻ ആരെന്ന് ചോദിച്ചാൽ പി രാജഗോപാലാചാരിയായിരുന്നു. അടുത്തതായി നമ്മൾ പഠിക്കുവാൻ പോകുന്ന ദിവാനാണ് ദിവാൻ AR ബാനർജി. ആരാണ്? ദിവാൻ AR ബാനർജിയെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് സമയം കളയണ്ട, നോക്കാം. AR ബാനർജിയുടെ ഭരണകാലഘട്ടം 1907 മുതൽ 1914 വരെയായിരുന്നു. AR ബാനർജിയുടെ ഭരണകാലഘട്ടം 1907 മുതൽ 1914 വരെയായിരുന്നു. കൊച്ചിയിൽ അതുവരെ നടന്നിരുന്ന കണ്ടെഴുത്ത് പൂർത്തിയാക്കി, അതായത് സർവേ പൂർത്തിയാക്കുകയും ഭൂമി സംബന്ധമായ രേഖകൾ സൂക്ഷിക്കുവാൻ പ്രത്യേക ഏർപ്പാടുകളും ഉണ്ടാക്കുകയും ചെയ്ത ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ അത് AR ബാനർജിയാണ്. എന്താ സുഹൃത്തുക്കളെ പറഞ്ഞത്? കൊച്ചിയിൽ അതുവരെ നടന്നിരുന്ന കണ്ടെഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവേ കേട്ടോ, സർവേ പൂർത്തിയാക്കുകയും അല്ലെങ്കിൽ കണ്ടെഴുത്ത് പൂർത്തിയാക്കുകയും ഭൂമി സംബന്ധമായ രേഖകൾ സൂക്ഷിക്കുവാൻ പ്രത്യേക ഏർപ്പാടുകൾ ഉണ്ടാക്കുകയും ചെയ്ത കൊച്ചി ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് AR ബാനർജി ആയിരുന്നു. പോലീസ് സേന പുനഃസംഘടിപ്പിക്കപ്പെട്ടത് AR ബാനർജിയുടെ കാലഘട്ടത്തിലാണ്. പൊതുജനാരോഗ്യ വകുപ്പ് കൊച്ചിയിൽ ആരംഭിച്ചത് AR ബാനർജിയാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പൊതുജനാരോഗ്യ വകുപ്പ് ആരംഭിച്ച ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ, എവിടെ? കൊച്ചിയിൽ ആരംഭിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചാൽ AR ബാനർജി ആയിരുന്നു. പൊതുജനാരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സാനിറ്ററി ഇൻസ്പെക്ടർമാരെ നിയമിച്ചിരുന്നു AR ബാനർജി. കൊച്ചിയിൽ മറക്കരുത്, കൊച്ചിയില് പൊതുജനാരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് സാനിറ്ററി ഇൻസ്പെക്ടർമാരെ നിയമിച്ച ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ അത് AR ബാനർജിയാണ്. കൃഷിയും മത്സ്യബന്ധനവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പുതിയ വകുപ്പുകൾ ആരംഭിച്ച കൊച്ചി ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് AR ബാനർജിയാണ്. കൃഷിയും മത്സ്യബന്ധനവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പുതിയ വകുപ്പുകൾ ആരംഭിച്ച ദിവാൻ ആരാണ്? AR ബാനർജിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. AR ബാനർജിയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1907 മുതൽ 1914 വരെയാണ്. കൊച്ചിയിൽ അതുവരെ നടന്നിരുന്ന കണ്ടെഴുത്ത് പൂർത്തീകരിക്കുകയും ഭൂമി സംബന്ധമായ രേഖകൾ സൂക്ഷിക്കാൻ പ്രത്യേക ഏർപ്പാടുകൾ ഉണ്ടാക്കുകയും ചെയ്ത കൊച്ചി ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ AR ബാനർജിയാണ്. പോലീസ് സേനയെ പുനഃസംഘടിപ്പിച്ചത് AR ബാനർജിയാണ്. പൊതുജനാരോഗ്യ വകുപ്പ് ആരംഭിച്ചത് AR ബാനർജിയുടെ കാലഘട്ടത്തിലാണ്. പൊതുജനാരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് സാനിറ്ററി ഇൻസ്പെക്ടർമാരെ നിയമിച്ച കൊച്ചി ദിവാൻ AR ബാനർജിയാണ്. കൃഷിയും മത്സ്യബന്ധനവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പുതിയ വകുപ്പുകൾ ആരംഭിച്ചത് AR ബാനർജിയുടെ ഭരണകാലഘട്ടത്തിലായിരുന്നു. പഠിക്കുക. സാങ്കേതിക രീതികളിലും വ്യാപാര രീതികളിലും വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി വിദ്യാലയങ്ങൾക്കൊപ്പം കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരുന്നു ആര്? AR ബാനർജി. പഠിച്ചോളണേ, സാങ്കേതിക രീതികളിലും അതുപോലെ വ്യാപാരങ്ങളിലും വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട് വിദ്യാലയങ്ങൾക്കൊപ്പം കേന്ദ്രങ്ങൾ ആരംഭിച്ചിരുന്നു ആരാണ്? AR ബാനർജി.
1910 മുനിസിപ്പൽ റെഗുലേഷൻ ആക്ട് അനുസരിച്ച് നഗരസമിതികൾക്ക് രൂപം നൽകി AR ബാനർജി. 1910 മുനിസിപ്പൽ റെഗുലേഷൻ അനുസരിച്ച് നഗരസമിതികൾക്ക് രൂപം നൽകി AR ബാനർജി. എറണാകുളം നഗരത്തിൽ ചൊവ്വരയിൽ നിന്നുള്ള ശുദ്ധജല വിതരണം ചെയ്യുന്നതിന് പദ്ധതികൾ ആവിഷ്കരിച്ചത് AR ബാനർജി ആയിരുന്നു. എറണാകുളം നഗരത്തിലേക്ക് ചൊവ്വരയിൽ നിന്നും ശുദ്ധജലം എത്തിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആരംഭിച്ച കൊച്ചി ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് AR ബാനർജി ആയിരുന്നു. കൊച്ചി തുറമുഖത്തിന്റെ വികസനത്തിന് വേണ്ടി പദ്ധതികൾ ആസൂത്രണം ചെയ്തത് AR ബാനർജി ആയിരുന്നു. കൊച്ചി തുറമുഖത്തിന്റെ വികസനത്തിന് വേണ്ടി പദ്ധതികൾ ആസൂത്രണം ചെയ്തത് AR ബാനർജി ആയിരുന്നു. സർക്കാർ ഉദ്യോഗങ്ങളിൽ കൊച്ചിയിലെ ജനങ്ങൾക്ക് മുൻഗണന നൽകിയത് AR ബാനർജി ആയിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്, സർക്കാർ ഉദ്യോഗങ്ങളിൽ കൊച്ചിയിലെ ജനങ്ങൾക്ക് മുൻഗണന നൽകിയത് AR ബാനർജിയുടെ ഭരണ കാലഘട്ടത്തിലായിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. സാങ്കേതിക രീതികളിലും വ്യാപാര രീതികളിലും വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി വിദ്യാലയങ്ങൾക്കൊപ്പം തന്നെ അത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ ആരംഭിച്ചു AR ബാനർജി. 1910 മുനിസിപ്പൽ റെഗുലേഷൻ അനുസരിച്ച് നഗരസമിതികൾക്ക് രൂപം നൽകി. എറണാകുളം നഗരത്തിലേക്ക് ചൊവ്വരയിൽ നിന്നുള്ള ശുദ്ധജല വിതരണം ചെയ്യുന്നതിന് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചു. കൊച്ചി തുറമുഖത്തിന് വികസനത്തിന് വേണ്ടി പദ്ധതികൾ ആസൂത്രണം ചെയ്തു. സർക്കാർ ഉദ്യോഗങ്ങളിൽ കൊച്ചിയിലുള്ള ജനങ്ങൾക്ക് മുൻഗണന നൽകി. ആരാണ് AR ബാനർജി? പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട കൊച്ചി ദിവാനാണ് JW4. ആരാണ് JW4? വളരെ കുറച്ച് മാത്രമേ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളൂ. JW4 1914 കുടിയാൻ റെഗുലേഷൻ പ്രാബല്യത്തിൽ വന്നപ്പോൾ കൊച്ചി ദിവാനായിരുന്ന വ്യക്തിയാണ് JW4 എന്നുള്ളത്. 1914 കുടിയാൻ റെഗുലേഷൻ പ്രാബല്യത്തിൽ വന്നപ്പോൾ കൊച്ചി ദിവാനായിരുന്ന വ്യക്തി JW4 ആണ്. ഗ്രാമപഞ്ചായത്തുകളും സഹകരണ സംഘങ്ങളും കൊച്ചിയിൽ രൂപീകരിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചാൽ JW4 ആണ്. ഗ്രാമപഞ്ചായത്തുകളും സഹകരണ സംഘങ്ങളും കൊച്ചിയിൽ രൂപീകരിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചാൽ JW4 ആണ്. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകൾക്ക് നീതിന്യായ അധികാരം നൽകിയ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് JW4 ആണ്. പഠിച്ചോളണേ, ഗ്രാമപഞ്ചായത്തുകൾക്ക് നീതിന്യായ അധികാരം നൽകിയ കൊച്ചി ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് JW4 ആണ്. അപ്പൊ JW4നെ കുറിച്ച് ഒന്നും കൂടി പറയാം. 1914 കുടിയാൻ റെഗുലേഷൻ പ്രാബല്യത്തിൽ വന്നപ്പോൾ കൊച്ചി ദിവാൻ ആരായിരുന്നു ചോദിച്ചാൽ അത് JW4 ആണ്. ഗ്രാമപഞ്ചായത്തുകളും സഹകരണ സംഘങ്ങളും രൂപീകരിച്ച ദിവാൻ JW4 ആണ്. ഗ്രാമപഞ്ചായത്തുകൾക്ക് നീതിന്യായ അധികാരം നൽകിയ ദിവാൻ ആരാണ്? JW4 ആണ്. പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന കൊച്ചി ദിവാനാണ് T വിജയരാഘവാചാരി. ആരാണ്? T വിജയരാഘവ ആചാരി. T വിജയരാഘവ ആചാര്യയുടെ ഭരണകാലഘട്ടം 1919 മുതൽ 1922 വരെ ആയിരുന്നു. T വിജയരാഘവ ആചാര്യയുടെ ഭരണകാലഘട്ടം 1919 മുതൽ 1922 വരെ ആയിരുന്നു. പിന്നോക്ക വിഭാഗങ്ങളുടെ നില മെച്ചപ്പെടുത്തുന്നതിന് പ്രയത്നിച്ച കൊച്ചി ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് T വിജയരാഘവാചാരിയാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. പിന്നോക്ക വിഭാഗങ്ങളുടെ നില മെച്ചപ്പെടുത്തുന്നതിന് പ്രയത്നിച്ച കൊച്ചി ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ അത് T വിജയരാഘവാചാരിയാണ്. കൊച്ചിയുടെ വ്യാവസായിക വൽക്കരണത്തിന് മുൻകൈയെടുത്ത ദിവാൻ T വിജയരാഘവാചാരി. കൊച്ചിയുടെ വ്യാവസായിക വൽക്കരണത്തിന് മുൻകൈയെടുത്തിരുന്ന ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് T വിജയരാഘവാചാരിയാണ്. കൊച്ചിയിലെ ആദ്യത്തെ സാമൂഹ്യ നിയമനിർമ്മാണമായ നായർ റെഗുലേഷൻ 1920 നടപ്പിലാക്കിയത് T വിജയരാഘവാചാരിയാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, മറക്കാതെ പഠിച്ചോളണേ. കൊച്ചിയിലെ ആദ്യത്തെ സാമൂഹിക നിയമനിർമ്മാണമായ നായർ റെഗുലേഷൻ 1920 നടപ്പിലാക്കിയത് T വിജയരാഘവാചാരിയാണ്. സ്ത്രീ വിദ്യാഭ്യാസത്തിന് കൂടുതൽ മുൻഗണന നൽകിയ കൊച്ചി ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് T വിജയരാഘവാചാരിയാണ്. സ്ത്രീ വിദ്യാഭ്യാസത്തിന് കൂടുതൽ മുൻഗണന നൽകിയ കൊച്ചി ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് T വിജയരാഘവാചാരിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. T വിജയരാഘവാചാരിയുടെ ഭരണകാലഘട്ടം 1919 ആരംഭിച്ച് 1922 വരെ ആയിരുന്നു. പിന്നോക്ക വിഭാഗങ്ങളുടെ നില മെച്ചപ്പെടുത്തുന്നതിന് പ്രയത്നിച്ച കൊച്ചി ദിവാൻ ആരെന്ന് ചോദിച്ചാൽ T വിജയരാഘവാചാരിയാണ്. കൊച്ചിയുടെ വ്യാവസായിക വൽക്കരണത്തിന് മുൻകൈയെടുത്ത ദിവാൻ T വിജയരാഘവാചാരി. കൊച്ചിയിലെ ആദ്യത്തെ സാമൂഹ്യ നിയമനിർമ്മാണമായ നായർ റെഗുലേഷൻ 1920 നടപ്പിലാക്കിയ ദിവാൻ T വിജയരാഘവാചാരി. സ്ത്രീ വിദ്യാഭ്യാസത്തിന് കൂടുതൽ മുൻഗണന നൽകിയ കൊച്ചി ദിവാൻ T വിജയരാഘവാചാരി ആയിരുന്നു. അടുത്തതായി നമ്മൾ പഠിക്കാനുള്ള കൊച്ചി ദിവാനാണ് P നാരായണ മേനോൻ. ആരാണ്?
പി നാരായണ മേനോൻ. പി നാരായണ മേനോന്റെ ഭരണകാലഘട്ടം 1922 മുതൽ 1925 വരെ. കൊച്ചിയിലെ ദിവാനായിരുന്ന പി നാരായണ മേനോന്റെ ഭരണകാലഘട്ടം 1922 മുതൽ 1925 വരെയായിരുന്നു. കൊച്ചിക്ക് ആദ്യമായി ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിക്കപ്പെട്ടത് പി നാരായണ മേനോന്റെ കാലഘട്ടത്തിലാണ്. ഇമ്പോർട്ടന്റ് ആ പോയിന്റ് ആണ്, പഠിച്ചോളനെ. കൊച്ചിക്ക് ആദ്യമായി ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിക്കപ്പെട്ടത് പി നാരായണ മേനോന്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു. 1925 ഉദ്ഘാടനം ചെയ്യപ്പെട്ട കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അനൌദ്യോഗിക അംഗങ്ങളായിരുന്നു ഭൂരിപക്ഷവും. പഠിച്ചോളനെ. 1925 ഉദ്ഘാടനം ചെയ്യപ്പെട്ട കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസില് അനൌദ്യോഗിക അംഗങ്ങളായിരുന്നു ഭൂരിപക്ഷവും. കൊച്ചി തുറമുഖത്തിന് വികസന പദ്ധതിയുടെ ആദ്യ പരീക്ഷണ ഘട്ടം ഇക്കാലത്താണ് പൂർത്തിയായത്. പഠിക്കുക. കൊച്ചി തുറമുഖത്തിന്റെ വികസന പദ്ധതിയുടെ ആദ്യ പരീക്ഷണ ഘട്ടം ഇക്കാലത്താണ് പൂർത്തിയായത്, അല്ലെങ്കിൽ പി നാരായണ മേനോന്റെ ഭരണകാലഘട്ടത്തിലാണ് പൂർത്തിയായത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പി നാരായണ മേനോന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1922 മുതൽ 1925 വരെയായിരുന്നു. കൊച്ചിക്ക് ആദ്യമായി ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിക്കപ്പെട്ടത് പി നാരായണ മേനോന്റെ ഭരണകാലഘട്ടത്താണ്. 1925 ഉദ്ഘാടനം ചെയ്യപ്പെട്ട കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അനൌദ്യോഗിക അംഗങ്ങളായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. കൊച്ചി തുറമുഖത്തിന് വികസന പദ്ധതിയുടെ ആദ്യ പരീക്ഷണ ഘട്ടം ഇക്കാലത്താണ് പൂർത്തിയായത്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള കൊച്ചി ദിവാനാണ് ടി എസ് നാരായണ അയ്യർ. ആരാണ്? ടി എസ് നാരായണ അയ്യർ. ടി എസ് നാരായണ അയ്യരുടെ ഭരണകാലഘട്ടം 1925 മുതൽ 1930 വരെ ആയിരുന്നു. ടി എസ് നാരായണ അയ്യരുടെ ഭരണകാലഘട്ടം 1925 മുതൽ 1930 വരെ ആയിരുന്നു. മട്ടാഞ്ചേരിയിലും മറ്റു നഗരങ്ങളിലും ശുദ്ധജല വിതരണം ആരംഭിച്ചത് ഈ കാലഘട്ടത്തിലാണ്. പഠിക്കുക. ഇമ്പോർട്ടന്റ് ആണ്. മട്ടാഞ്ചേരിയിലും മറ്റു നഗരങ്ങളിലും ശുദ്ധജല വിതരണം ആരംഭിച്ചത് ടി എസ് നാരായണ അയ്യരുടെ ഭരണകാലഘട്ടത്തിലായിരുന്നു. കാർഷിക വായ്പകൾ നടപ്പിലാക്കിയ ദിവാനാരെന്ന് ചോദിച്ചാൽ അത് ടി എസ് നാരായണ അയ്യരായിരുന്നു. കൊച്ചിയിലെ കാർഷിക വായ്പകൾ നടപ്പിലാക്കിയ ദിവാനാരെന്ന് ചോദിച്ചാൽ അത് ടി എസ് നാരായണ അയ്യരായിരുന്നു. അവശ്യ സമുദായത്തിന് സംരക്ഷണത്തിന് വേണ്ടി പ്രത്യേക വകുപ്പുണ്ടാക്കിയത് ടി എസ് നാരായണ അയ്യരായിരുന്നു. അവശ്യ സമുദായത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രത്യേക വകുപ്പുകൾ കൊച്ചിയിൽ ഉണ്ടാക്കിയത് ഈ കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ടി എസ് നാരായണ അയ്യരായിരുന്നു. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ടി എസ് നാരായണ അയ്യരുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1925 മുതൽ 1930 വരെയായിരുന്നു. മട്ടാഞ്ചേരിയിലും മറ്റു നഗരങ്ങളിലും ശുദ്ധജല വിതരണം ആരംഭിച്ചത് ടി എസ് നാരായണ അയ്യരുടെ കാലഘട്ടത്തിലാണ്. കൊച്ചിയിൽ കാർഷിക വായ്പകൾ നടപ്പിലാക്കിയ ദിവാനാര് എന്ന് ചോദിച്ചാൽ ടി എസ് നാരായണ അയ്യരായിരുന്നു. അവശ്യ സമുദായത്തിന് സംരക്ഷണത്തിനു വേണ്ടി പ്രത്യേക വകുപ്പുകൾ കൊച്ചിയിൽ ആരംഭിച്ച ദിവാനാരെന്ന് ചോദിച്ചാൽ അത് ടി എസ് നാരായണ അയ്യരായിരുന്നു. പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാനുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള കൊച്ചിയുടെ ദിവാനായിരുന്ന ആർ കെ ഷൺമുഖം ചെട്ടിയെ പറ്റി. അല്ലെ, നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് കൊച്ചി ദിവാനായിരുന്ന ആർ കെ ഷൺമുഖം ചെട്ടിയെ പറ്റി. ആർ കെ ഷൺമുഖം ചെട്ടിയുടെ ഭരണകാലഘട്ടം എന്നറിയപ്പെടുന്നത് 1935 മുതൽ 1941 വരെയാണ്. അതായത് ആർ കെ ഷൺമുഖം ചെട്ടി കൊച്ചിയുടെ ദിവാനായിരുന്ന ഭരണകാലഘട്ടം ചോദിച്ചാൽ 1935 മുതൽ 1941 വരെയായിരുന്നു. കൊച്ചിൻ സെക്രട്ടേറിയറ്റിൽ ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത് ആർ കെ ഷൺമുഖം ചെട്ടിയായിരുന്നു. കൊച്ചിയിലെ സെക്രട്ടേറിയറ്റിന് ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത് ആർ കെ ഷൺമുഖം ചെട്ടിയായിരുന്നു. അവശത അനുഭവിക്കുന്ന കൃഷിക്കാർക്ക് വേണ്ടി ഭൂപണയ ബാങ്കും ഡെബിറ്റ് കോൺസിലേഷൻ ബോർഡും ആരംഭിച്ചത് ആർ കെ ഷൺമുഖം ചെട്ടിയാണ്. മറക്കല്ലേ. അവശത അനുഭവിക്കുന്ന കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് ഭൂപണയ ബാങ്കും അതുപോലെ തന്നെ ഡെബിറ്റ് കോൺസിലേഷൻ ബോർഡും രൂപീകരിച്ചു. എവിടെ? കൊച്ചിയിൽ. ആരാണ്? ദിവാൻ ആർ കെ ഷൺമുഖം ചെട്ടി. കൊച്ചി തുറമുഖത്തിന്റെ വികസന പദ്ധതി വിജയകരമായി പൂർത്തീകരിക്കപ്പെട്ടത് ആർ കെ ഷൺമുഖം ചെട്ടിയുടെ കാലഘട്ടത്തിലായിരുന്നു. കൊച്ചി തുറമുഖത്തിന്റെ വികസന പദ്ധതി വിജയകരമായി പൂർത്തീകരിക്കപ്പെട്ടത് ആർ കെ ഷൺമുഖം ചെട്ടിയുടെ കാലഘട്ടത്തിലായിരുന്നു. എറണാകുളം നഗരം കമനീയമാക്കുകയും അവിടെ വൈദ്യുത ദീപങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തത് ആർ കെ ഷൺമുഖം ചെട്ടിയായിരുന്നു. എറണാകുളം നഗരം കമനീയമാക്കുകയും അവിടെ വൈദ്യുത ദീപങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തത് ആർ കെ ഷൺമുഖം ചെട്ടിയായിരുന്നു.
ചെട്ടിയായിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ആർ കെ ഷൺമുഖം ചെട്ടിയുടെ ഭരണകാലഘട്ടം ചോദിച്ചാൽ 1935 മുതൽ 1941 വരെയായിരുന്നു. കൊച്ചിയിലെ സെക്രട്ടേറിയറ്റ് ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത് ആർ കെ ഷൺമുഖം ചെട്ടിയാണ്. അവശത അനുഭവിക്കുന്ന കൃഷിക്കാർക്ക് വേണ്ടി ഭൂപണയ ബാങ്കും ഡെബിറ്റ് കോൺസിലേഷൻ ബോർഡും രൂപീകരിച്ചത് ആർ കെ ഷൺമുഖം ചെട്ടിയാണ്. കൊച്ചി തുറമുഖത്തിന്റെ വികസന പദ്ധതി വിജയകരമായി പൂർത്തീകരിക്കപ്പെട്ടത് ആർ കെ ഷൺമുഖം ചെട്ടിയുടെ കാലഘട്ടത്തിലാണ്. എറണാകുളം നഗരം കമനീയമാക്കുകയും അവിടെ വൈദ്യുത ദീപങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തത് ആർ കെ ഷൺമുഖം ചെട്ടിയാണ്. സർക്കാർ ഉദ്യോഗങ്ങളിലേക്ക് സാമുദായിക ക്രമത്തിന് അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള പ്രത്യേക സമിതിയെ രൂപീകരിച്ചത് ആർ കെ ഷൺമുഖം ചെട്ടിയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. കൊച്ചിയിലെ സർക്കാർ ഉദ്യോഗങ്ങളിലേക്ക് സാമുദായിക ക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള പ്രത്യേക സമിതിയെ രൂപീകരിച്ചത് ആർ കെ ഷൺമുഖം ചെട്ടിയാണ്. 1938 ജൂൺ 18 കൊച്ചിയിലെ ഹൈക്കോടതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇത് ആരുടെ ഭരണകാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഏത് കൊച്ചി ദിവാന്റെ ഭരണകാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ അത് ആർ കെ ഷൺമുഖം ചെട്ടിയുടെ ഭരണകാലഘട്ടത്തിലാണ്. പഠിച്ചോളനെ. 1938 ജൂൺ 18 കൊച്ചിയിലെ ഹൈക്കോടതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇത് ആരുടെ ഭരണകാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ ആർ കെ ഷൺമുഖം ചെട്ടിയുടെ ഭരണകാലഘട്ടത്തിലായിരുന്നു. 1938 കൊച്ചിയിലെ കുടിയാൻ നിയമം നിലവിൽ വന്ന സമയവും ആർ കെ ഷൺമുഖം ചെട്ടിയായിരുന്നു കൊച്ചിയുടെ ദിവാനായിരുന്നത്. 1938 കൊച്ചിയിലെ കുടിയാൻ നിയമം നിലവിൽ വന്ന സമയത്ത് കൊച്ചിയുടെ ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ അത് ആർ കെ ഷൺമുഖം ചെട്ടിയായിരുന്നു. സർക്കാരിന്റെ ചില വകുപ്പുകളുടെ നിയന്ത്രണം നിയമസഭയോട് ഉത്തരവാദിത്തമുള്ള ഒരു മന്ത്രിയെ ഏൽപ്പിച്ചുകൊണ്ട് ആദ്യത്തെ ദ്വിഭരണ സമ്പ്രദായം ആരംഭിച്ചത് ആർ കെ ഷൺമുഖം ചെട്ടിയായിരുന്നു. അതും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പഠിച്ചോളനെ. സർക്കാരിന്റെ ചില, അല്ലെങ്കിൽ കൊച്ചിയുടെ സർക്കാരിലെ ചില വകുപ്പുകളുടെ നിയന്ത്രണം നിയമസഭയോട് ഉത്തരവാദിത്തമുള്ള ഒരു മന്ത്രിയെ ഏൽപ്പിച്ചുകൊണ്ട് ദ്വിഭരണ സമ്പ്രദായം ആദ്യമായി ആരംഭിച്ചത് ആർ കെ ഷൺമുഖം ചെട്ടിയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഒത്തിരി ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. സർക്കാർ ഉദ്യോഗങ്ങളിലേക്ക് സാമുദായിക ക്രമത്തിന് അടിസ്ഥാനപ്പെടുത്തി തിരഞ്ഞെടുപ്പ് നടത്തുവാൻ പ്രത്യേക സമിതിയെ രൂപീകരിച്ചത് ആർ കെ ഷൺമുഖം ചെട്ടി. 1938 ജൂൺ 18 കൊച്ചിയിലെ ഹൈക്കോടതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട സമയത്ത് നമ്മുടെ കൊച്ചിയുടെ ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ ആർ കെ ഷൺമുഖം ചെട്ടിയാണ്. 1938 കൊച്ചിയിലെ കുടിയാൻ നിയമം നിലവിൽ വന്ന സമയത്ത് കൊച്ചിയുടെ ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ അത് ആർ കെ ഷൺമുഖം ചെട്ടിയാണ്. സർക്കാരിന്റെ ചില വകുപ്പുകളുടെ നിയന്ത്രണം നിയമസഭയോട് ഉത്തരവാദിത്തമുള്ള ഒരു മന്ത്രിയെ ഏൽപ്പിച്ചുകൊണ്ട് ദ്വിഭരണ സമ്പ്രദായം ആദ്യമായി ആരംഭിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചാൽ ദിവാൻ ആർ കെ ഷൺമുഖം ചെട്ടിയാണ്. ഇത്രയുമായിരുന്നു നമ്മുടെ കൊച്ചി ദിവാൻമാരെ പറ്റി നമ്മൾ പഠിച്ചത്. ഇതിൽ ഒത്തിരി പോയിന്റ്സ് PSC ചോദിക്കുവാൻ സാധ്യതയുള്ളതാണ്. പ്രത്യേകിച്ച് ഡിഗ്രി +2 എക്സാം ഉള്ള സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഭാഗം പഠിച്ചിട്ട് വേണം പോകാൻ. നിങ്ങളുടെ മെയിൻ എക്സാമിന് ഈ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം ഉറപ്പായും ചോദിക്കും. LDC LGS ഉള്ള സുഹൃത്തുക്കളും ഈ ഭാഗം പഠിച്ചിട്ട് പോവുക. ക്വസ്റ്റ്യൻ ടഫ് ആവുന്നതിനനുസരിച്ച് ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യമായിട്ട് ഈ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് സുഹൃത്തുക്കൾ എല്ലാവരും വ്യക്തമായിട്ട് ഈ ക്ലാസ്സുകളെല്ലാം പഠിക്കുക. അല്പം ലെങ്തി ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഇത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ടൈം കിട്ടുന്നതനുസരിച്ച് കണ്ട് പഠിച്ചു തീർക്കുക. ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.